संशयच्छेत्तारं सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 59-ാമത്തെ പദ്യം മുതലാണ്. പൂശി മുടിപ്പനവും പൂൺപനവും പൊറ്റുകിലും ആശയിമികുന്ന വരശിയർക്കാം കാശിറ്റ മുണ്ടയർക്കാഹ ജീവൻ മുത്തനുക്ക് ഭോഗമല്ലാൽ കുണ്ടയൊപ്പാർക്കേനിതുവാകും. പൂശി മുടിപ്പനവും പൂൺപനവും പൊറ്റുകിലും. പൂശി മുടിപ്പനവും എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പൂശാനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ചന്ദനം, കസ്തൂരി, ഇപ്പോഴത്തെ പൗഡർ എല്ലാം എന്ത് വേണമെങ്കിലും ചേർക്കാം, സെന്റ്, സ്നോ എല്ലാം പൂശാനുള്ളതാണല്ലോ. ശരീരത്തിൽ പൂശാനുള്ളത് സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ പൂക്കൾ. മുടിപ്പനവും മുടിയിൽ ചൂടുന്നത് എന്തൊക്കെയാവാം? ഈ പൂക്കളാവാം, പിന്നെ നെറ്റിച്ചുട്ടി, മാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡാൻസ് കളിക്കുന്ന പിള്ളേർ, പണ്ട് കാലത്ത് സ്ത്രീകൾ ഇതൊക്കെ ധരിച്ചിരുന്നു. ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന കുട്ടികൾ മാത്രമേ ഇതൊക്കെ ധരിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ശിരോലങ്കാരങ്ങൾ, അതാണ് മുടിപ്പന എന്ന് പറയുന്നത്. പൂശി മുടിപ്പനവും ശരീരത്തിൽ പൂശുന്ന സുഗന്ധദ്രവ്യങ്ങളും മുടിയിൽ ചൂടുന്ന അഴക് വർദ്ധിപ്പിക്കുന്ന മറ്റലങ്കാര സാധനങ്ങളും. പൂൺപനവും. പൂൺപനവും എന്ന് പറഞ്ഞാൽ ശരീരത്തെ അലങ്കരിക്കുന്ന ഏത് വസ്തുവും ഈ വാക്കിനകത്ത് പെടും. പൂൺപന. പൂണുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുക എന്നാണ് അർത്ഥം. പൂമാതു പൂണുന്ന പൂമേനി കണ്ട് കണ്ട് ആമോദം പൂണ്ടങ്ങോ നിൽപ്പനോ ഞാൻ. പഴയ മലയാളമാണ്. എനിക്ക് തോന്നുന്നത് മറ്റേ വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ എഴുതിയതാണെന്നാണ്, അതിലുള്ളതാണെന്നാണ് എൻ്റെ ഓർമ്മ. പൂമാതു പൂണുന്ന. പൂമാത് എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി, പൂവിൽ നിന്ന് ജനിച്ചവൾ. പൂമാതു ആ മഹാലക്ഷ്മിയാൽ ആലിംഗനം ചെയ്യപ്പെടുന്ന ഭഗവാൻ മഹാവിഷ്ണു എന്നർത്ഥം. ഇനി പൂണു നൂൽ, ശരീരത്തോട് എപ്പോഴും പറ്റിച്ചേർന്ന് കിടക്കുന്ന നൂൽ എന്നാണ് ഈ പൂണു നൂൽ. അത് ചുരുങ്ങിയാണ് പൂണൂല് ആയത്. ശരീരത്തോട് എപ്പോഴും പറ്റിക്കിടക്കുന്നത്, ഒട്ടിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ പൂൺപനവും എന്ന് പറഞ്ഞാൽ ദേഹത്തെ അലങ്കരിക്കുന്നതായ പല പല പദാർത്ഥങ്ങളും. പൊറ്റുകിലും. പൊൻതുകിൽ, ഇത് സന്ധിയിൽ ചേരുമ്പോൾ പൊറ്റുകിൽ എന്നാവും. പൊൻതുകിൽ എന്ന് പറഞ്ഞാൽ, തുകിൽ മലയാളത്തിൽ അറിയാം, തുകിൽ വസ്ത്രം. തുയിൽ എന്ന് പറഞ്ഞാൽ ഉറക്കം. തുയിലുണരൂ തുമ്പികളെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? തുയിൽ. തുയിൻറാൻ എന്ന് തമിഴിൽ പറഞ്ഞാൽ ഉറങ്ങി, അയാൾ ഉറങ്ങി എന്നാണ്. നല്ല തമിഴാണ് ഇതൊക്കെ. പക്ഷെ ഉറക്കം നല്ല തമിഴാണ്. തൂക്കം എന്നാണ് അവർ പറയുന്നത്. തൂങ്ങിട്ടാൻ, തൂങ്ങിപ്പോനെ, ഇങ്ങനെയാണ് ശരിക്കും നല്ല തമിഴ്. ഉറക്കം, തുയിൽ എന്നൊക്കെയാണ്. അതൊക്കെ മലയാള ഭാഷയിലാണ് ഇപ്പൊ പ്രചാരത്തിലുള്ളത്. അവര് വിട്ടു, തമിഴന്മാര് വിട്ടു. പൊറ്റുകിലും എന്ന് പറഞ്ഞാൽ പൊൻതുകിൽ, സ്വർണ്ണ ഇഴകളോട് കൂടിയ വസ്ത്രം, കണ്ണഞ്ചിപ്പിക്കുന്ന ആ പട്ടുവസ്ത്രങ്ങൾ, ആ പട്ടിഴകൾ അല്ലെങ്കിൽ സ്വർണ്ണ ഇഴകൾ കൊണ്ട് നെയ്തുണ്ടാക്കിയ വസ്ത്രങ്ങൾ. ഇതൊക്കെ ആർക്കാണ്? ആരാണ് ഇതൊക്കെ ധരിക്കുക? ആശയിമികുന്ന അരശിയർക്കാം. ആശയിമികുന്ന അരശിയർ. ഇന്നലെ ഞാൻ പറഞ്ഞു അരശൻ, അരചൻ രാജാവ്. അരശി എന്ന് പറഞ്ഞാൽ രാജ്ഞി എന്നർത്ഥം. ആശയിമികുന്ന അരശിയർക്ക് ആം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊള്ളാം, രാജ്ഞിമാർക്ക് യോജിക്കും. എന്താണ് ആശയിമികുന്ന അരശിയർ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ആഗ്രഹത്തിന് പാത്രമാകുന്ന, രാജാവ് വളരെയധികം ഇഷ്ടപ്പെടുന്ന രാജ്ഞിമാർക്കാണ് ഈ പറഞ്ഞ ശരീരത്തിൽ പൂശുന്നതും തലയിൽ ചൂടുന്നതും ദേഹത്തെ അലങ്കരിക്കുന്നതുമായ ആഡംബര വസ്തുക്കൾ, അലങ്കാര സാധനങ്ങൾ. ഇതൊക്കെ ചക്രവർത്തിമാർ സ്നേഹിക്കുന്ന, അവരുടെ സ്നേഹത്തിന് പാത്രീഭൂതരാകുന്ന രാജ്ഞിമാർക്ക് അല്ലെങ്കിൽ വലിയ വലിയ പ്രഭുക്കന്മാരുടെ പത്നികൾക്ക് ആം യോജിക്കും. ആർക്കാ യോജിക്കാത്തത്?
കാശിറ്റ മുണ്ടയർക്കാഹ. മുണ്ടൈ എന്ന് പറഞ്ഞാൽ വിധവ എന്നർത്ഥം. പണ്ടൊക്കെ ഭർത്താവ് മരിച്ച സ്ത്രീകൾ തല മുണ്ടനം ചെയ്യണമെന്ന്, അങ്ങനെയാണ് ആ വാക്ക് വന്നത്. മുടി മുഴുവൻ വെട്ടിക്കളയുക, അവരെയാണ് മുണ്ടൈ എന്ന് പറയുന്നത്. കാശിറ്റ മുണ്ടയർക്കാഹ. ഈ പറഞ്ഞ അലങ്കാര വസ്തുക്കളൊക്കെ ഭർത്താവ് മരിച്ച ഒരു വിധവയ്ക്ക് യോജിക്കില്ല. അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ധരിക്കുകയില്ല. അത് അവർക്ക് നിഷിദ്ധമാണ്, അവർ ചെയ്യാൻ പാടില്ല. പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയുള്ള ഈ നിയന്ത്രണങ്ങൾ വെച്ചതെന്നറിയാമോ? ഒരു സ്ത്രീയെ കണ്ടാൽ അവൾ വിവാഹിതയാണോ സുമംഗലിയാണോ എന്നുള്ളത് ഈ താലിച്ചരട് നോക്കിയാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണം. എന്തിനാ മനസ്സിലാവുന്നത്? ആ സ്ത്രീയിൽ മറ്റു പുരുഷന്മാർ കണ്ണു വെക്കണ്ട. ആ സ്ത്രീ നേരത്തെ വിവാഹിതയാണ്, മറ്റൊരാൾക്ക് സ്വന്തമായ ആളാണ്, നിങ്ങൾ വേറെ ആളിനെ അന്വേഷിച്ചോളൂ. അപ്പൊ ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കും. അതുപോലെ വിധവ, അവർക്ക് അവരുടേതായ ഈ കാവി കളർ പോലുള്ള ഒരു ഷർട്ട് പഴയ പാട്ടിയമ്മമാരൊക്കെ ധരിച്ചുകൊണ്ടിരുന്നത്, അത് വിധവകളുടെ വേഷമാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ വെള്ള സാരി, വെള്ള ബ്ലൗസ്, അതാണ് ധരിക്കുക. അപ്പോൾ ഒരാളുടെ വസ്ത്രവിധാനം കണ്ടിട്ട് അയാളുടെ വിവാഹ നില, വിശേഷിച്ചും സ്ത്രീകളുടെ വിവാഹ നില, ആണുങ്ങൾക്ക് ഇതുപോലെയുണ്ട്. മറ്റ് വർണ്ണത്തിലുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഈ പൂണൂലുള്ളവർക്ക് ബ്രഹ്മചാരിയാകുമ്പം 3 ഇഴ ചേർത്ത ഒരു നൂലാണ്, 3 ഇഴയുണ്ടാവും, അത് 3 കൂടെ ചേർത്ത് കെട്ടിയിട്ടുണ്ട്. വിവാഹം കഴിയുമ്പോൾ ഒരു 3 എണ്ണം കൂടെ വരും, 3 3 6 ഇഴ. അപ്പോൾ 2 എണ്ണം, 3ന്റെ 2 സെറ്റാവും. ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ 9. ഇതാണ് കണക്ക്. അന്ന് ഈ ഷർട്ട് ഒന്നും ഇട്ടുകൊണ്ട് നടക്കുന്ന ഇതില്ല. അപ്പൊ ഈ പുറത്ത് ശരീരത്തിൽ കിടക്കുന്ന പൂണൂല് കണ്ടു കഴിഞ്ഞാൽ ഇവൻ ബ്രഹ്മചാരിയാണോ, വിവാഹിതനാണോ, കുട്ടിയുള്ളവനാണോ, ഇത് അയാളുടെ അടുത്ത് ചോദിക്കാതെ തന്നെ അറിയാൻ പറ്റും, പൂണൂല് നോക്കിയാൽ. അപ്പൊ ഇവിടെ കാശിറ്റ മുണ്ടയർക്കാഹ. കാശിറ്റ എന്ന് പറഞ്ഞാൽ കാശി ഇറ്റ. ഈ താലിയില് സാധാരണ ആലിലത്താലി, ആലിലയുടെ ആ ഷേപ്പിലുള്ള, അതാണ് ഈ താലിച്ചെണ്ടല് കോർത്തിടുന്നത്. പിന്നെ പല ഇതുമുണ്ട്. ചിലര് സ്വർണ്ണ കാശ്, ചെറിയ വട്ടത്തിലുള്ള ഒരു തകിട്, അതിലൊക്കെയാണ് ഇങ്ങനെ കോർത്തിടുക. കാശിറ്റ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ആഭരണമില്ലാത്ത, അല്ലെങ്കിൽ കഴുത്തിൽ താലിമാല ഇല്ലാത്ത അവരെയാണല്ലോ നമ്മൾ വിധവ എന്ന് പറയുക. ആ കാശിറ്റ മുണ്ടയർക്കാഹ. വിധവകൾക്ക് ഈ അലങ്കാരങ്ങളൊന്നും യോജിക്കില്ല, അവരതൊന്നും ധരിക്കുന്ന പതിവില്ല. എന്തിനാ ഇത് പറയുന്നത്? ജീവൻ മുക്തനുക്ക് ബോഹമല്ലാൽ കുണ്ടൈ ഒപ്പാർക്ക് ഏനിതുവാകും. ഇവിടെ പറയുന്നത് നമ്മൾ ഈ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. ആര്? ഈ കുടുംബികൾ. വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളോടൊക്കെ ജീവിക്കുമ്പോൾ ഇതാണ് ശരിക്കും ഒരു മനുഷ്യന്റെ സാഫല്യം എന്നൊരു വിചാരമുണ്ട്. ആർക്ക്? ഈ ഗൃഹസ്ഥന്മാർക്ക്. അവര് സുഖമേ അനുഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ആത്മജ്ഞാനി അനുഭവിക്കുന്ന സുഖത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഇവർ അനുഭവിക്കുന്നില്ല. പക്ഷെ അവരുടെ വിചാരം എന്തെന്നോ, ഞങ്ങൾ വളരെ സുഖികളായി കഴിയുന്നു എന്ന്. ഈ വിധവയെ പോലെ നടക്കുന്നവരാണ് ആര്? ജീവൻ മുക്തന്മാർ. അവർക്ക് പുറമെ ഒരാഡംബരവുമില്ല, ഭിക്ഷാന്തേഹികളാണ്. ഒരു കാൽവസ്ത്രം ഉടുത്തി താടിയും മീശയും മുടിയും ഒക്കെ നീട്ടി വളർത്തി അങ്ങനെ നടക്കും. പക്ഷെ അവരെ ഉള്ളിൽ അനുഭവിക്കുന്ന ആനന്ദം ഉണ്ടല്ലോ, അത് ഇവിടെയുള്ള ഒരു കോടീശ്വരൻ അനുഭവിക്കുന്നില്ല എന്ന്. അതൊന്നല്ല, അതിന്റെ ഒരു ചെറിയ അംശം പോലും അനുഭവിക്കുന്നില്ല. ജീവൻ മുക്തനുക്ക് ഭോഗമല്ലാൽ, ഇവിടെ യഥാർത്ഥത്തിൽ ഭോഗം അല്ലെങ്കിൽ സുഖം അനുഭവിക്കുന്നത് ജീവൻ മുക്തന്മാരാണ്. ബാക്കിയുള്ളവരൊക്കെ എന്തോ ഇങ്ങനെ അനുഭവിക്കുന്ന, അവരതിനെ സുഖമെന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. അവരൊന്നും സുഖം അനുഭവിക്കുന്നില്ല എന്ന് പറയുന്നു. യഥാർത്ഥ ആനന്ദം ആത്മാനന്ദമാണ്. അത് അവനവന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വഴിഞ്ഞൊഴുകുന്നതാണ്. പുറമേ ഒരു ജഡവസ്തുവിനെ, ജഡപദാർത്ഥത്തെ ആശ്രയിച്ച് അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ സുഖങ്ങളല്ല, അത് സുഖത്തിന്റെ ഭ്രമങ്ങളാണ്. അവസാനം അവയൊക്കെ ദുഃഖത്തിൽ പരിസമാപിക്കും. ജീവൻ മുക്തനുക്ക് ഭോഗമല്ലാൽ, ജീവൻ മുക്തനാണ് ഇവിടെ ആനന്ദം അനുഭവിക്കുന്നത്. അല്ലാതെ കുണ്ടയൊപ്പാർക്ക് ഏൻ ഇതുവാകും. കുണ്ടൈ എന്ന് പറഞ്ഞാൽ വണ്ടിക്കാള എന്നാണ് അർത്ഥം തമിഴിൽ. കുണ്ടൈ, വണ്ടിക്കാള. ബാക്കിയുള്ളവരൊക്കെ വണ്ടിക്കാളകളെ പോലെയാണ്, ഭാരം വലിച്ചുകൊണ്ട് പോകുന്നവരാണ്. ഈ കുടുംബികളുടെ ഒക്കെ തോളത്ത് ഒരു വലിയ നുകം കയറ്റി വെച്ചിട്ടുണ്ട്. കാളയുടെ കഴുത്തിൽ വെക്കുന്ന തടി ഉണ്ടല്ലോ, വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത്, അതിനെയാണ് നമ്മൾ നുകം എന്ന് പറയുക.
ഇവിടെ അദൃശ്യമായ നുകമാണ് ഓരോ ഗൃഹസ്ഥന്റെയും ഓരോ ഗൃഹനാഥന്റെയും തോളിൽ കയറ്റി വെച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോ കുണ്ടയൊപ്പാർക്ക് ഏനിതുവാകും, വണ്ടിക്കാളകളെ പോലെ ജീവിക്കുന്ന ഈ ഗൃഹസ്ഥന്മാർ സുഖം അനുഭവിക്കുന്നേ ഇല്ല. ഇവിടെ ഗൃഹസ്ഥന്മാരെ മാത്രമല്ല പറയുന്നത്, 4 മാർഗം പറഞ്ഞല്ലോ. ചര്യ, ക്രിയ, യോഗം, ജ്ഞാനം, ഇങ്ങനെ 4 മാർഗങ്ങൾ. ചര്യ, ക്രിയ തുടങ്ങിയ യോഗങ്ങളൊക്കെ ആയാസകരങ്ങളാണ്. ഒരു ബിംബം വെച്ച് അതിൻ്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഒരു അരമണിക്കൂർ എന്തെങ്കിലും ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂക്കളൊക്കെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ചമ്രം പടിഞ്ഞിരിക്കാൻ തന്നെ പറ്റില്ല. അറിയാമോ? നമ്മുടെ ഈ ആധുനിക ജനതയുണ്ടല്ലോ, ചമ്രം പടിഞ്ഞ് ഒരു 5 മിനിറ്റ് ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റില്ല. കാരണം എല്ലാം പാൻറ് ഷർട്ടും ഇട്ട് ചെയറിലിരുന്ന് ശീലിച്ചവരാണ്. ഡൈനിങ് ടേബിൾ എല്ലാ വീടുകളിലും വന്നു കഴിഞ്ഞു. വളരെ യാഥാസ്ഥിതിക കുടുംബങ്ങളിൽ പോലും ഈ ഡൈനിങ് ടേബിൾ കൾച്ചർ വന്നു കഴിഞ്ഞു. പണ്ടൊക്കെ തറയിലിരുന്ന് ചമ്രം പടിഞ്ഞിരുന്നാണ് ഊണ് കഴിച്ചിരുന്നത്. അതൊക്കെ പോയി. എന്തുകൊണ്ട്? മുട്ട് മടങ്ങില്ലെന്ന്. മുട്ട് മടങ്ങിയിട്ട് വേണ്ട ചമ്രം പടിഞ്ഞിരിക്കാൻ. അഥവാ മടങ്ങിയാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വല്ലാത്ത വേദന തോന്നും, കാല് നീട്ടണമെന്ന് തോന്നും. ശീലമില്ല. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലപ്പോഴും ഒക്കെ പൂജാമുറിയിൽ കുട്ടികളെ പിടിച്ചിരുത്തുക, ഇരി ഒരു 10-15 മിനിറ്റ് അച്ഛൻ്റെ കൂടെ ഇരി, അമ്മയുടെ കൂടെ ഇരി എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കി കൊടുക്കാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ചര്യ, ക്രിയ, യോഗം, ആ ജ്ഞാനമൊഴിച്ച്, ആ ജ്ഞാനമാർഗത്തിലാണല്ലോ ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ. ആ അദ്വൈതം, ഇവരുടെ ശൈവ സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മുടെ അദ്വൈതവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചില അംശങ്ങളിൽ മാത്രം അല്പം വ്യത്യാസമുണ്ട്. അത് നമുക്ക് അവഗണിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചര്യ, ക്രിയ, യോഗം തുടങ്ങിയ മാർഗങ്ങളെ അവലംബിക്കുന്നവർ വാസ്തവത്തില് സാധനയുടെ പേരിൽ ദുരിതം അനുഭവിക്കുകയാണ്. പലരും എന്ത് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ എന്ത് സാധനയാണ് അനുഷ്ഠിക്കുന്നത്? ഞാൻ ഇന്നതാണ്. രാവിലെ ഇത്ര മണിക്കൂർ മെഡിറ്റേഷൻ, വൈകുന്നേരം ഇത്ര. വേറൊരാൾ വേറൊന്നായിരിക്കും. ആസനവും പ്രാണായാമവും ആയിരിക്കും വേറൊരാൾ ശീലിക്കുക. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ പല പല സാധനകളും അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അവസാനം ക്ഷീണത്തിൽ കലാശിക്കുന്നു. സാധന മനുഷ്യനെ ഊർജ്ജസ്വലനാക്കാൻ വേണ്ടിയാണ് ഉപയോഗപ്പെടേണ്ടത്. സാധന ചെയ്തു കഴിഞ്ഞാൽ ഒരു സന്തോഷം, ഒരു നിറവ്, ഒരു തൃപ്തി. ഇത് സാധന ചെയ്തിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നിയാൽ ഇതുകൊണ്ട് റോഡിൽ കിടന്ന് പണിയെടുക്കുന്ന പോലെയല്ലേ ഈ സാധനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് പ്രയോജനം? പക്ഷെ തീവ്ര സാധനകൾ അനുഷ്ഠിക്കുന്നവർ അതിവേഗം തളർന്നു പോവും. ഒരു 1.5-2 മണിക്കൂറൊക്കെ ഇരുന്ന് ഏതെങ്കിലും മന്ത്രം ഇത്ര ഒരു ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നിസ്സാര കാര്യമാണ്. ഒന്നാമത് ഇരിക്കാൻ പറ്റില്ല. ഇരുന്നാലും മനസ്സൊരിടത്ത് അടങ്ങിയിരിക്കണ്ടേ. ഇതിങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും അവിടെ ഇവിടെയൊക്കെ. അപ്പം ആ മനസ്സിനെ ഇങ്ങോട്ട് പിടിച്ചു കെട്ടണം, ഇങ്ങോട്ട് പിന്തിരിപ്പിക്കണം. അതൊരു എഫർട്ടാണ്. കാരണം ഉള്ളിൽ ഈ അദ്വൈത ബോധമില്ല. ഈ മനസ്സ് എന്തുകൊണ്ട് പുറം വിഷയങ്ങളിലേക്ക് പായുന്നു എന്ന് ഇവൻ ചിന്തിക്കുന്നില്ല. പുറം ലോകം സത്യമാണെന്നും അവയിലുള്ളത് തന്നെ സുഖിപ്പിക്കും, ആ ലോകത്തിലുള്ളത് തന്നെ സുഖിപ്പിക്കും എന്ന് കരുതുന്നത് കൊണ്ടാണ് ഈ മനസ്സ് പുറത്തു പോകുന്നത്. അപ്പൊ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം ഇയാള് ഒരു ആചാര്യനിൽ നിന്നും ശ്രവിച്ചിട്ട് കൂടിയില്ല. മനനം ചെയ്യുന്നത് പോട്ടെ, ഇത് കേൾക്കാനുള്ള ഒരു സന്ദർഭം പോലും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അയാളാണ് ഈ മനസ്സുമായിട്ട് മല്ലടിക്കുന്നത്. മനസ്സ് പുറത്തേക്ക് പോയി ഇയാൾ പിടിക്കും, പ്രാണനെ അങ്ങോട്ട് വലിച്ചു കയറ്റും. അവിടെ ഇരിക്കട്ട കുംഭകം. ഞാൻ ഒന്നിനെയും വിമർശിക്കുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എനിക്കിതിനോടൊക്കെ വലിയ ആഭിമുഖ്യവും താല്പര്യവും ഭക്തിയും വിശ്വാസവും ശ്രദ്ധയും ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അത് വേറെ കാര്യം. എല്ലാവരും ഇത് മറ്റാരും ഇത് ചെയ്യരുത് എന്ന് പറയാനും എനിക്ക് അവകാശമില്ല. പക്ഷേ ഇതൊക്കെ ഒരു തരത്തിൽ ആയാസമാണ് നമ്മിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അത് കാര്യമായ പ്രയോജനം ചെയ്യില്ല. മനസ്സ് നിർമ്മലമാകണം, മനസ്സ് ലഘുവാകണം, അതിൻ്റെ ഭാരം കുറയണം. നമ്മൾ ഈ സങ്കല്പങ്ങളെ നിരോധിക്കുക, മനസ്സിൻ്റെ ഏകാഗ്രത നേടാൻ ശ്രമിക്കുക എന്നുള്ളത് കൊണ്ട് യുദ്ധമല്ല അവിടെ നടത്തേണ്ടത്. നമ്മുടെ മനസ്സുമായിട്ടൊരു യുദ്ധം അതല്ല ഉദ്ദേശിക്കുന്നത് ഈ സാധന കൊണ്ട്. നിങ്ങൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും ഈ മനസ്സിനെ നമ്മുടെ ലക്ഷ്യവസ്തുവിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. അന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോയി, ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിരിക്കും. അന്നത്തെ മനസ്സ് ധ്യാനത്തിന് പറ്റിയതല്ല.
എണീറ്റ് പോകുന്നു. പോയിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് ഇരുന്ന് നോക്കൂ. അപ്പോഴും അത് ചഞ്ചലമാണെങ്കിൽ അന്നത്തെ ധ്യാനം വേണ്ടെന്ന് പറയും, വിചാരിക്കും. അല്ലാതെ അതുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവർക്ക് ഈ വണ്ടിക്കാളുകളെ പോലെയാണ്, ആയാസമാണ് ഉണ്ടാവുക. കുടുംബത്തെ നോക്കുന്ന കാര്യത്തിലും അവരുടെ ആധ്യാത്മിക സാധനയുടെ കാര്യത്തിലും അവർ കഷ്ടപ്പെടുകയാണ്, ആയാസപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരിക്കലും ഒരു ജീവൻ മുക്തൻ അനുഭവിക്കുന്ന സുഖം ഉള്ളിൽ അനുഭവിക്കാൻ സാധ്യമല്ല. ഭോഗം ജീവൻ മുക്തന്മാരല്ലാതെ ലൗകികന്മാർ അനുഭവിക്കുന്നില്ല. അവര് വിഷയഭോഗങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊക്കെ എത്ര കാലം? ഈ ജീവൻ മുക്തൻ ആന്തരമായ ആനന്ദത്തെയാണ് അനുഭവിക്കുന്നത്. അത് ഉള്ളിൽ നിന്ന് വരുന്നത് ആയതുകൊണ്ട് പുറത്തൊന്നിനെയും അയാൾക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല. അയാളുടെ ശരീരം പോലും ആവശ്യമില്ല ഈ ആത്മസുഖം അനുഭവിക്കാൻ. ശരീരം പോലും ആവശ്യമില്ല. മരിച്ചാലും അയാളെ വിട്ടുപോകാത്ത സുഖമാണ് അയാൾ ഉള്ളിൽ അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നിനെ നേടാനുള്ള മാർഗം വേണം മനുഷ്യൻ തിരയാൻ. മനസ്സിന്റെ ഏകാഗ്രതയ്ക്കുള്ള പരിശീലനങ്ങളൊക്കെ ആയിക്കോളും. പക്ഷെ ഒരിടത്തും ബലപ്രയോഗം വിജയിക്കില്ല. ബലപ്രയോഗം മനസ്സിനോട് വേണ്ട. മനസ്സുമായിട്ട് മല്ലിടുന്നത് ആരാ? നമ്മൾ പറയുന്ന ഈ ഞാനെന്ന് പറയുന്ന ഞാനാണല്ലോ, ഈ വ്യക്തിയാണല്ലോ, സാധകനാണല്ലോ മനസ്സുമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറാവുന്നത്. ഈ ഞാനെന്ന് പറയുന്നത് ആരുടെ കൂടെ യുദ്ധം ചെയ്യാനാണോ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്, ആ മനസ്സിന്റെ തന്നെ ഒരു വൃത്തിഭേദമാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ ബുദ്ധിക്കകത്താണ് ഈ ഞാൻ. അത് മനസ്സിന്, അന്ധകരണത്തിന്റെ തന്നെ സൂക്ഷ്മ വൃത്തിയാണ്. അപ്പോ ഞാൻ തന്നെ എൻ്റെ കൈയുമായി യുദ്ധം ചെയ്യുന്നത് പോലെയാണത്. ഞാൻ എൻ്റെ കൈയും തമ്മിൽ യുദ്ധം ചെയ്തു. എൻ്റെ കൈ ഒടിച്ചു കളഞ്ഞാൽ ആർക്കാ നഷ്ടം? എൻ്റെ കൈ, ആ യുദ്ധത്തിൽ എൻ്റെ കൈ ഒടിക്കും. ഞാനും കൈയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. ഒരു കൈ കൊണ്ട് മറ്റേ കൈ ആക്രമിച്ചു. അതിൽ ജയിച്ചത് കൊണ്ടോ പരാജയപ്പെട്ടത് കൊണ്ടോ വിശേഷിച്ചൊന്നുമില്ല. ഇന്നലെ ആ പട്ടിയുടെ പുറത്ത് കയറി സവാരി ചെയ്ത കഥ പോലെ തന്നെ, പട്ടിയുടെ പുറത്ത് കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തിയാലും ശരി, ഇടയ്ക്ക് പട്ടിയുടെ പുറത്തുനിന്ന് താഴെ വീണാലും ശരി, അതിൽ അഭിമാനിക്കാനോ അപമാനമേൽക്കാനോ ഉള്ള സാധ്യതയില്ല. നമുക്ക് ചിത്തവൃത്തികളുമായിട്ട് മല്ലടിക്കുകയല്ല വേണ്ടത്. ആ മനസ്സ് എന്തുകൊണ്ട് ചലിക്കുന്നു, അത് എന്തുകൊണ്ട് അസ്വസ്ഥമാകുന്നു, അതിൻ്റെ മൂല കാരണം കണ്ടെത്തി ആ കാരണത്തെ നേരെയാക്കുക. അപ്പോൾ ഇതിൻ്റെ ചലനം സ്വാഭാവികമായി നിന്നുപോകും. അതല്ല ചെയ്യുന്നത്. കൃത്രിമമായ മാർഗങ്ങൾ അല്ല. ഇതൊക്കെ മഹർഷിമാര് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഒരു നേരായ മാർഗം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ അതിനെ അവലംബിക്കാതെ അതിനെ പുറന്തള്ളിയിട്ട് ഈ കൃത്രിമ മാർഗത്തിലേക്ക് പോകണോ എന്നുള്ളതാണ്. ഈ ജ്ഞാനമാർഗം അല്ലെങ്കിൽ വിചാരമാർഗത്തിലേക്ക് വരാൻ സാധിക്കാത്തവർ ആ വഴിയിലൂടെ പൊയ്ക്കോട്ടെ. പക്ഷേ അതിലൂടെ പോയാലേ കിട്ടൂ, ഇതിലൂടെ പോയാൽ കിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. വിചാരമാർഗം സാധിക്കുമെങ്കിൽ അതാണ് ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത്. അത് സാധിക്കാത്തവരാണ് മറ്റു മാർഗങ്ങളൊക്കെ, യോഗമായാലും ഭക്തിയായാലും ആ മാർഗങ്ങളിലൊക്കെ പോകുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് സുഖം ജീവൻ മുക്തൻ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. സാധാരണക്കാർ ആ സുഖത്തിന്റെ കണിക പോലും അനുഭവിക്കുന്നില്ല. പക്ഷെ അവരെ തെറ്റിദ്ധരിക്കുന്നു, അവരെ വളരെ സുഖികളാണെന്നും കുടുംബവും കുട്ടികളുമായിട്ടൊക്കെ കഴിയുന്നത് വളരെ രസകരമാണ് എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ഇതൊക്കെ എത്ര കാലം? അതിൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. ഉണ്ട്. അത് കിടക്കുന്നത് 30ാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫാണ്. സുമംഗലികളായ എന്ന് തുടങ്ങുന്ന ഒരു പാര ഉണ്ടല്ലോ, അവിടെയാണ് ഞാൻ ഇതൊക്കെ വെച്ച് നോക്കി വീട്ടിൽ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഞാൻ ഇത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കിയപ്പോൾ എവിടെയാണ് കിടക്കുന്നത്. സുമംഗലികളായ പ്രഭുവനിതകൾക്ക് ചന്ദനലേപനം, മല്ലികാദി പുഷ്പങ്ങൾ ചൂടൽ, സ്വർണ്ണാഭരണ ധാരണം, കസവ് വസ്ത്രാലങ്കരണങ്ങൾ എന്നിവ അനുഗുണവും ആവശ്യവുമാകും. അവർക്കത് ചേരുന്നതാണ്, അവർക്കത് ആവശ്യവുമാണ്. അവർക്ക് അതിന്മേൽ ആശയം ഉണ്ടായേക്കാം, അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. അവ ധരിക്കുന്നതിന് അവർ അർഹരുമാണ്. ഈ അലങ്കാര വസ്തുക്കൾ പുരുഷന്മാരോ കൂടുതൽ ഉപയോഗിക്കുന്നത്, സ്ത്രീകളോ കൂടുതൽ ഉപയോഗിക്കുന്നത്? ആരൊക്കെ എന്ത് പറഞ്ഞാലും സ്ത്രീകളാണ് അലങ്കാര വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, സംശയമില്ലാത്ത കാര്യമാണ്. മേക്കപ്പ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ആ വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? കുറവ് നികത്തുക എന്ന്, കോമ്പൻസേറ്റ്. അപ്പോ സംതിങ് ഈസ് മിസറബിളി ലാക്കിംഗ് ആൻഡ് ഷീ വാണ്ട്സ് ടു മേക്ക് ഇറ്റ് അപ്പ്. കാര്യമായ എന്തോ ഒരു കുറവുണ്ട് സൗന്ദര്യത്തില്. അത് ഈ പൂശുക
അലങ്കരിക്കുക ഒക്കെ വഴി ആ കുറവ് നികത്തുന്നു. അറിഞ്ഞോ അറിയാതെയാണ് ആ പേര്, എന്തായാലും അന്വർത്ഥമാണ്. മേക്കപ്പ്, കുറവ് നികത്തുക എന്നുള്ളതാണ്. അതായത് യഥാർത്ഥ പ്രകൃത്യാ തന്നെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീക്ക് ഒരു അലങ്കാര വസ്തുക്കളും ആവശ്യമില്ല. നാച്ചുറൽ ബ്യൂട്ടി എന്ന് നമ്മൾ പറയാറില്ല. അലങ്കാരമല്ല, അലങ്കാരത്തിന് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പറയുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നാണ്. തെറ്റാണ്. ഉള്ള സൗന്ദര്യത്തെ അത് മാത്രമേ നമ്മുടെ അടുത്ത് ഉണ്ടാവൂ. ബാക്കിയുള്ളതൊക്കെ അഡീഷണൽ ഫിറ്റിംഗ്സ് ആണ്. അത് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കില്ല. സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നെങ്കിൽ ഏറ്റവും വിരൂപിണിയായ ഒരു സ്ത്രീക്ക് അലങ്കാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സൗന്ദര്യം വരണമല്ലോ. അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗന്ദര്യം എവിടെയാ? കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം. അത് ബാഹ്യ വസ്തുവിലേ അല്ല. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. സൗന്ദര്യത്തെ ആര് കാണുന്നുവോ, ഒന്ന് സുന്ദരമാണ് എന്ന് ഒരാൾക്ക് തോന്നിയാൽ അയാളെ സംബന്ധിച്ച് അത് സുന്ദരമാണ്. ആ സൗന്ദര്യം ആ വസ്തുവിലുള്ള ഗുണമല്ല എന്നൊക്കെയാണ് മഹാന്മാരുടെ വിലയിരുത്തൽ. അവ ധരിക്കുന്നതിന് അവർ അർഹരുമാണ്. അമംഗലികളായ ശിരോമുണ്ടന വനിതകൾക്ക്, അമംഗലി എന്ന് പറഞ്ഞാൽ വിധവ, ഭർത്താവ് മരിച്ച സ്ത്രീ എന്നർത്ഥം. പണ്ട് കാലത്ത് അവര് തലമുണ്ടനം ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഇവയൊന്നിനും അർഹതയില്ലാത്തതാണല്ലോ. പണ്ടത്തെ കാലമാണ്. ആ ആചാരം നമ്മൾ ശരിയോ തെറ്റോ എന്നൊന്നും വിലയിരുത്താൻ പോണ്ട. പണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നു. പലതും ഫോഴ്സ്ഡ് ആയിരുന്നു, അടിച്ചേൽപ്പിക്കപ്പെട്ടതായിരുന്നു. ചെറുപ്രായത്തിൽ 17-18 വയസ്സിലൊക്കെ വിധവകളാകുന്ന പെൺകുട്ടികളുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കുന്നത്. അവരുടെ ജീവിതം പിന്നെ കൂരിരുട്ടിലും അടുക്കളയിലുമാണ്. അടുക്കളയിലാണ് പിന്നെ അവരുടെ ജീവിതം. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു സത്സംഗത്തിലോ അമ്പലത്തിലോ ഒന്നും പോകാറില്ല. അവര് തന്നെ അവരുടെ ചുറ്റും ഒരു കൂട് തീർത്ത്, ഈ ചിത്രശലഭത്തിന്റെ പുഴു ആ കൊക്കൂണുണ്ടാക്കി അതിൻ്റെ അകത്ത് സ്വയം ബന്ധിതനാകുന്നത് പോലെ അവര് തന്നെ ഒരു കൂട് തീർത്ത് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടും. സമൂഹവും ഒരു പരിധിവരെ ഈ സ്ഥിതിക്ക് ഉത്തരവാദിയാണ്. അമംഗലികളായ ശിരോമുണ്ടന വനിതകൾക്ക് ഇവയൊന്നിനും അർഹതയില്ലാത്തതാണല്ലോ. ജീവൻ മുക്തരാണ് ആ സുമംഗലികളെ പോലെ ഭോഗാനുഭവത്തിലേക്ക് അർഹരായിത്തീരുന്നത്. ഭോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ആനന്ദ അനുഭവം എന്നാണ് അർത്ഥം. ഒന്നുമില്ല അവരുടെ കയ്യിൽ, സ്വന്തമായിട്ട് ഒന്നുമില്ല, ഒന്നും തൻ്റേതാണെന്നുള്ള വിചാരവും ഇല്ല. ദേശാടനം ചെയ്യുന്ന ആൾക്കാരാണ്, അവധൂതന്മാരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത്. ജീവൻ മുക്തരാണ് ആ സുമംഗലികളെ പോലെ ഭോഗാനുഭവത്തിലേക്ക് അർഹരായിത്തീരുന്നത്. എന്തെന്നാൽ അവർ സകലവിധ ആശകൾക്കും ഉപരിയായി ഉയർന്ന് ശ്രീശിവ തൃപ്പാദങ്ങളിൽ സർവദാ രമിക്കുന്നവരാകയാൽ അവർ അമംഗലികളെപ്പോലെ ദുഃഖികളും അസംതൃപ്തരുമായി ഭവിക്കുന്നില്ല. അവർ സുമംഗലികളെ പോലെയാണ്. അവരാണ് ശരിക്കും ജീവിതം ആസ്വദിക്കുന്നത്. എന്നേരവും ചാരിതാർത്ഥ്യത്തോടെ സന്തുഷ്ടരായി കഴിയുന്ന ഭക്തജ്ഞാനികൾ ഏതണിഞ്ഞാലും ഏതേതു ഭോഗങ്ങൾ ഭുജിച്ചാലും അരുൾമയമായി തന്നെ നിലനിൽക്കുമെന്ന കാരണത്താൽ ലോകത്തിൽ ദുഃഖലേശം കൂടാതെ സദാ സന്തുഷ്ടരായവർ അത്തരം ജ്ഞാനികൾ മാത്രമാകുന്നു. ചര്യ ക്രിയാദി കണ്ട തൊഴിലനുഷ്ഠിച്ച് ലക്ഷ്യപ്രാപ്തിക്ക് വശമില്ലാതെ കുഴങ്ങുന്ന ക്രിയാവാന്മാർക്ക് ഈ ലോകഭോഗങ്ങൾ അനുഭവിക്കാൻ അർഹതയില്ല. അതായത് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, വിഷയസുഖങ്ങൾ വേണ്ടവണ്ണം അനുഭവിക്കാൻ പോലും നമ്മുടെ ഉള്ളിൽ വിരക്തി വേണമെന്ന്. എന്നാലേ ഈ വിഷയസുഖങ്ങളെ പോലും ഭംഗിയായി നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. സംഘം സുഖഭോഗത്തിന് എവിടെയും തടസ്സമാണ്. സംഘമുള്ളവന് സുഖത്തെ പൂർണ്ണമായി ആസ്വദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സംഘത്തെ ഉള്ളിൽ നിന്ന് കളയൂ, സുഖഭോഗങ്ങൾ അനുഭവിച്ചു ന്യായമായി, ധാർമ്മികമായി. അതിൽ നിന്നൊന്നും വിട്ടു നിൽക്കണം എന്ന് വേദാന്തം ആവശ്യപ്പെടുന്നില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. വിരക്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ഗുണമൂല്യമാണ്. അത് പുറം വസ്തുക്കളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. മനസ്സ് വിരക്തമായി തീരണം, വൈരാഗ്യ സമ്പന്നമാകണം. ശരീരം വിഷയങ്ങളെ കൈകാര്യം ചെയ്തോട്ടെ, അതിനെന്താ, ദോഷമൊന്നുമില്ല. ചുരുക്കത്തിൽ വാസ്തവമായ സുഖമനുഭവിക്കുന്നവർ മഹാജ്ഞാനികളാണെന്നും ജ്ഞാനമില്ലാതെ മറ്റു തരത്തിൽ കഴിയുന്ന ജ്ഞാനനാട്യക്കാർക്ക്, ആരാണ് ഈ ജ്ഞാനനാട്യക്കാർ? ജ്ഞാനമുണ്ടെന്ന് ഭാവിക്കുന്നവർ. അവർക്ക് യഥാർത്ഥത്തിൽ ജ്ഞാനമൊന്നുമില്ല, ഒക്കെ സംഘികളാണ്. മനസ്സുകൊണ്ട് പലതിലും ഒട്ടിപ്പോയവരാണ്. അവർ പുറമേയൊക്കെ വിരക്തിയും വൈരാഗ്യവും വേദാന്തവും ഒക്കെ സംസാരിച്ചു എന്ന് വരാം. അത് കപടവേഷധാരികളാണ്. അവർക്കും സ്വസ്ഥതയുണ്ടാവില്ല എന്നാണ്. ജ്ഞാനനാട്യക്കാർക്ക് സുഖലേശവും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല,
അവർ സദാ ദുഃഖികളായി തന്നെ കഴിയുന്നതേയുള്ളൂ എന്നും മനസ്സിലാക്കണം. അതുകൊണ്ട് വിരക്തി, അതായത് സന്യാസിയായിട്ട് ഭോഗങ്ങൾ അനുഭവിക്കൂ. പരസ്പര വിരുദ്ധമായി നിങ്ങൾക്ക് തോന്നും. സന്യാസിയായാൽ എങ്ങനെയാ ഭോഗങ്ങൾ അനുഭവിക്കുക? ഭോഗങ്ങൾ അനുഭവിക്കുന്നവന് സന്യാസം സ്വീകരിക്കാൻ പറ്റുമോ? ഇത് രണ്ടും സമകാലത്ത് ഒരാളിൽ യോജിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോജിക്കും. ഉള്ളുകൊണ്ട് വിരക്തി, ശരീരം ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അതിനെന്താ? അത് ഇതിനെ ബാധിക്കുന്നില്ല, ഇത് അതിനെയും ബാധിക്കുന്നില്ല. രണ്ടും പാരലൽ ട്രാക്കാണ്, സമാന്തരമായ മാർഗങ്ങളിലൂടെയാണ് രണ്ടും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒന്ന് മറ്റേതിന് തടസ്സവുമില്ല. പുറമേയുള്ള ജീവിതം അത് നടക്കട്ടെ, ആന്തരമായ ജീവിതം അത് പവിത്രവും പരിശുദ്ധവുമാണ്. ഉള്ളിൽ സദാ ഭഗവാൻ മാത്രമേ ഉള്ളൂ. പുറമെ ഭഗവാന്റെ മായ കൊണ്ടുണ്ടായ ഈ പ്രപഞ്ച വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു. അവിടെ ചിലപ്പോൾ ലാഭമാവാം, ചിലപ്പോൾ നഷ്ടമാവാം, ചിലപ്പോൾ ജയമാവാം, ചിലപ്പോൾ പരാജയമാകാം, ചിലപ്പോൾ സുഖമാകാം, ചിലപ്പോൾ ദുഃഖമാകാം. അതുകൊണ്ട് ബാധിക്കപ്പെടുന്നില്ല, ഉള്ളു ബാധിക്കപ്പെടുന്നില്ല. അവിടെയാണ് മേന്മ, മഹത്വം. അപ്പൊ ഈ ജീവൻ മുക്തന് ആണ് ശരിക്കും ഭോഗാനുഭവം. അയാളാണ് ഇവിടെ വാസ്തവത്തിൽ സുഖിക്കുന്നത്. അത് പുറം വിഷയങ്ങളെ ആശ്രയിച്ചല്ല, തൻ്റെ തന്നെ ഉള്ളിലുള്ള ബ്രഹ്മാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആ സുഖം ഈ വണ്ടിക്കാളകളെ പോലെ ഭാരം വലിച്ചുകൊണ്ട് പലതരം കൃച്ഛ്രങ്ങളായ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കിട്ടുന്നില്ല. അവർ വളരെ ദയനീയമായി അതിനെ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. 60ാമത്തെ പദ്യം വായിക്കാം. ആനൈ മതപ്പെട്ടാൽ അലങ്കാരം അன்றി നായ്താനും മതപ്പെട്ടാർ ശരിയാമോ? ജ്ഞാനി തടയുമേറിനാലും ചതുരാകും കന്നി കടയുമേറലാകാത് കാൺ. മിക്കവാറും പദ്യങ്ങളുടെ അവസാനം എൺ അല്ലെങ്കിൽ കാൺ ഈ വാക്കിലാണ് അവസാനിക്കുന്നത്. എൺ എന്ന് പറഞ്ഞാൽ എണ്ണുക, ചിന്തിക്കൂ, നല്ലപോലെ ആലോചിക്കൂ, അതാണ് എൺ. യു തിങ്ക് ആണ് എൺ. ചിലപ്പോ കാൺ, കാണൂ, നിങ്ങൾ കാണൂ, വേണ്ടവണ്ണം ഈ തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ നല്ലപോലെ വിശകലനം ചെയ്ത് മനസ്സിലാക്കൂ. ഇപ്പോൾ എണ്ണെന്നും കാണെന്നുമാണ് മിക്കവാറും പദ്യങ്ങൾ അവസാനിക്കുന്നത്. ഇവിടെ എന്ത് പറയുന്നു നോക്കൂ. ആനയെ മതപ്പെട്ടാൽ അലങ്കാരം. ആനയ്ക്ക് മതം പിടിച്ചാൽ കാണാൻ ചന്തമുണ്ട് എന്നാണ്. പട്ടിക്ക് മതം പിടിച്ചാൽ അത് കാണാൻ കൊള്ളില്ല. പട്ടിക്ക് മതം പിടിക്കുന്ന എന്താ? പേ പിടിക്കുക നമ്മൾ പറയില്ലേ, പേപ്പട്ടി. പേപ്പട്ടി ആൾക്കാരെ ഓടിച്ചിട്ട് കടിക്കുകയാണ് ചെയ്യുന്നത്. ആന മതം പൊട്ടിയാൽ ചിലപ്പോ വസ്തുവകളൊക്കെ നശിപ്പിച്ചു എന്ന് വരും. എന്നാലും ആ മതം പിടിച്ച ആനയുടെ നടത്തം ഉണ്ടല്ലോ, അത് കാണാനൊരു ഭംഗി തന്നെയാണ്. ആനയെ മതപ്പെട്ടാൽ അലങ്കാരം. ആനയ്ക്ക് മതപ്പാട് കണ്ടാൽ അത് ആനയ്ക്കൊരു അലങ്കാരമാണ്. ആനയ്ക്ക് മതം പൊട്ടുന്നതിന് മുമ്പേ അതിൻ്റെ നടത്തത്തിന് ഒരു ചന്തമുണ്ട്. ഗജരാജനെ പോലെ നടക്കണം എന്നാണ്. ആന നടക്കുന്നത് പോലെ ആ ഗാംഭീര്യം. പക്ഷെ പട്ടിക്ക് മതം പിടിച്ചാൽ, പേ പിടിച്ചാൽ അത് കാണാൻ ഒരു ചന്തവുമില്ല. കുരച്ചുകൊണ്ട് ആളുകളെയൊക്കെ ഓടിച്ചിട്ട് കടിക്കും. അപ്പൊ ഈ മതം പൊട്ടുന്നതിലും ചില ജീവിക്ക്, ആനയെ പോലുള്ള ജീവിക്ക് മതം പൊട്ടിയാൽ അത് കൊള്ളാം. പട്ടിയെ പോലെയുള്ള നികൃഷ്ട ജീവികൾക്ക് മതം പൊട്ടിയാൽ അത് ഒരിക്കലും നല്ലതാവില്ല. ആനയെ മതപ്പെട്ടാൽ അലങ്കാരം അൻറി. ആനയ്ക്ക് മതം അലങ്കാരമാണ്, അതല്ലാതെ നായ്താന് മതപ്പെട്ടാർ ശരിയാമോ? പട്ടിക്ക് പേ പിടിച്ചാൽ അല്ലെങ്കിൽ പട്ടിക്ക് ഇതുപോലെ ഒരു മതപ്പാട് കണ്ടാൽ അത് ശരിയാണോ? അത് ശരിയല്ല, അത് യോജിക്കില്ല, അത് കാണാൻ കൊള്ളില്ല, ആളുകൾ അഭിനന്ദിക്കുകയില്ല എന്നൊക്കെയാണ് അർത്ഥം. ജ്ഞാനി തടൈ മീറിനാലും, ഇവിടെ തടൈ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം, വിധി, നിയമം എന്നൊക്കെയാണ് അർത്ഥം. തടൈ, തടസ്സം എന്നും അർത്ഥമുണ്ട്. ഒരാളുടെ സ്വച്ഛന്ത വിഹാരത്തിന്, സ്വൈരവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്താ? വിധി, നിയന്ത്രണങ്ങൾ. ഇത് രണ്ടുമാണ്. വിധി, നിയന്ത്രണം ഒന്ന് തന്നെയാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇഷ്ടമുള്ളതെല്ലാം പ്രവർത്തിക്കാൻ നമുക്ക് അവകാശമില്ല. മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മൾ സ്വയം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? സാമൂഹ്യ വ്യവസ്ഥിതിയെ ഭയന്ന്. അഭിമാനമുള്ളവരാണല്ലോ നമ്മൾ. അപ്പോ വിധി നിഷേധങ്ങൾ, വേദങ്ങൾ ഇത് തന്നെയാണല്ലോ പറയുന്നത്. യു ഡു ദിസ്, യു ഡോണ്ട് ഡു ദിസ്. ഇത് ചെയ്യൂ, ഇന്നത് ചെയ്യരുത്. ഇതാണ് വേദങ്ങളും പറയുന്നത്. അതൊന്നും ഈ ജ്ഞാനിക്ക് ബാധകമല്ല. ആത്മജ്ഞാനിക്ക് ഇങ്ങനെയുള്ള വിലക്കുകൾ ബാധകമല്ല.
ജ്ഞാനി തടയുമേറിനാലും ലൗകിക വിധികളെ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളെ ഒരു ജ്ഞാനി ലംഘിച്ചു എന്ന് വരികിലും അത് അയാൾക്ക് ഒരു കളങ്കമാവുകയില്ല. എപ്പോഴോ ഒരിക്കൽ ഒരു അഗസ്ത്യ മഹർഷി മട്ടൺ കഴിച്ചു എന്ന് നമ്മൾ അത് ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് ആട്ടിറച്ചി കഴിക്കുന്നതിൽ ഒരു ദോഷവുമില്ല, അഗസ്ത്യ മഹർഷി പോലും കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ശ്രീരാമൻ ഗുഹൻ നൽകിയ തേനിൽ മുക്കിയ മത്സ്യം കഴിച്ചു. ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല വാൽമീകി രാമായണത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന്. ഒരാൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്, ഉണ്ടെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഗുഹൻ സ്നേഹത്തോടു കൂടെ കൊടുത്തു, അദ്ദേഹം വാങ്ങിച്ചു കഴിച്ചു. അതുകൊണ്ട് രണ്ട് കൂട്ടുകാര്, ഞാൻ സ്നേഹത്തോടെ നിനക്ക് മാംസഭക്ഷണം വാങ്ങിച്ചു തരുന്നു, നീ കഴിക്കണം, നീയും സ്നേഹത്തോടുകൂടെ എനിക്ക് വാങ്ങിച്ചു തരണം, ഞാനും കഴിക്കാം. ഇതെന്ത് ഏർപ്പാടത്? മഹാപുരുഷന്മാർ, മഹാത്മാക്കൾ ഏതോ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ആ സാധാരണ മാർഗത്തിൽ നിന്ന് വിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിനെ നമ്മൾ ഒരു പ്രമാണമായി സ്വീകരിക്കുന്നു. ഇതേ ശ്രീരാമന് ആ ശബരി ഓരോ പഴവും എടുത്ത് കടിച്ചു നോക്കിയിട്ട് പഴുത്തത് മാത്രം കൊടുത്തു. എച്ചിലല്ലേ അത്? നമ്മൾ ആരെങ്കിലും കടിച്ചിട്ട് വേറൊരാൾക്ക് കൊടുത്താൽ അയാൾ കഴിക്കും. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, കള്ളക്കടി. കേട്ടിട്ടുണ്ടോ? ഷർട്ടിന്റെ അകത്ത് ഈ നെല്ലിക്കയോ കാരയ്ക്കാന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അതൊക്കെ ഷർട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് പല്ലുകൊണ്ട് തന്നെയാണ് കടിക്കുന്നത്. അപ്പോഴും ഈ പല്ലല്ലേ അതിനകത്ത് കയറുന്നത്. ഒരു തുണി അതിന്റെ ഇടയ്ക്കുണ്ട്. അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ എച്ചിലില്ല, അതിന് കള്ളക്കടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കടിച്ചു കൊടുത്തിട്ടുമുണ്ട്, കടിച്ച് തിന്നിട്ടുമുണ്ട്, വാങ്ങിച്ചു തിന്നിട്ടുമുണ്ട്. അതൊക്കെ ഒരു കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. സാധാരണഗതിയിൽ ഉച്ഛിഷ്ടം ഭക്ഷിക്കരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ മഹാത്മാക്കളുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നത് പുണ്യകരമാണ് എന്നും വിധിയുണ്ട്. സാധാരണ ഒരാൾ ഭക്ഷിച്ചിട്ട് ബാക്കി വെക്കുന്നതിനെയാണല്ലോ നമ്മൾ എച്ചിൽ അഥവാ ഉച്ഛിഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഉച്ഛിഷ്ട ഭക്ഷണത്തിന് ചില അപവാദങ്ങളുണ്ട്. അവിടെ അതാവാം. ഒന്നാണ് ഞാൻ പറഞ്ഞത്, സന്യാസികൾ, മഹാത്മാക്കൾ, ജ്ഞാനികൾ അവരുടെ ഉച്ഛിഷ്ടം കഴിക്കുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ ഭർത്താവിൻ്റെ ഉച്ഛിഷ്ടം ഭാര്യ കഴിക്കുന്നതിലും വിരോധമില്ല. ഒക്കെ നമ്മുടെ ശാസ്ത്രങ്ങളാണ്. ജ്ഞാനി തടയുമേറിനാലും ചതുരാകും സ്വീകാര്യമാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ചതുരൻ, ബുദ്ധിമാൻ, ചാതുര്യം എന്നൊക്കെ പറയുന്നില്ലേ. ചതുർ ആകും എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയുടെ ഒരു ലക്ഷണം, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് സ്വീകാര്യം തന്നെയാണ്. ജനങ്ങൾ അത് സ്വീകരിക്കേണ്ടത് തന്നെയാണ്. ഏത്? ജ്ഞാനിയുടെ നിയന്ത്രണം വിട്ടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ നീതികളെയൊക്കെ അപൂർവം ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ലംഘിച്ചു എന്ന് വരാം. അതിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തരുത്. അതൊക്കെ എക്സെപ്ഷണൽ കേസാണ്. അതിനെ വിമർശിക്കാനോ ഒന്നും പോകരുത്. അതാണ് ജ്ഞാനി തടയുമീറിനാലും ചതുരാകും. അത് അറിവിൻ്റെ, വിവേകത്തിൻ്റെ ലക്ഷണമായിട്ട് വേണം നാം സ്വീകരിക്കാൻ. കാരണം ഒരു മഹാത്മാവ് ഒരിക്കലും അരുതാത്തത് ചെയ്യില്ല. അപ്പൊ അരുതാത്തത് എന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് തോന്നുന്ന ഒന്ന് ഒരു ജ്ഞാനി ചെയ്താൽ അദ്ദേഹത്തിൽ കുറ്റം കണ്ടുപിടിക്കരുത് എന്നാണ്. അതൊരു കുറ്റമായി അദ്ദേഹത്തെ വിമർശിക്കാനും മറ്റും പോകരുത്. ചതുരാകും. ഇത് ജ്ഞാനിയുടെ കാര്യം. കന്നി എന്ന് പറഞ്ഞാൽ കർമ്മി, കർമ്മം ചെയ്യുന്നവർ. സാധാരണ ലൗകികന്മാർ കർമ്മം ചെയ്ത് ഫലം വേണം എന്ന ആഗ്രഹമുള്ളവർ, അവരാണ് കർമ്മികൾ. അജ്ഞാനികൾ എന്നർത്ഥം. ഈ അജ്ഞാനികൾ അഥവാ കർത്തൃബോധമുള്ളവർ, ഞാൻ ചെയ്യുന്നു, എനിക്ക് ഇന്ന ഫലം വേണം എന്നുള്ള ആഗ്രഹമുള്ളവർ കടൈമീറൽ, നേരത്തെ തടൈമീറി എന്ന് പറഞ്ഞു, ഇവിടെ കടൈമീറൽ, മലയാളത്തിലെ കടയല്ല, ഇവിടെയും കടൈമീറൽ എന്ന് പറഞ്ഞാൽ അതിക്രമിക്കുക എന്നാണ് അർത്ഥം. ഉല്ലംഘിക്കുക, അതിക്രമിക്കുക, ചാടിക്കടക്കുക, നിയന്ത്രണങ്ങളെ, നിഷ്ഠകളെ, സാധാരണ ആ പദ്ധതിയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുക. അത് കർമ്മികൾക്ക് ചേരുന്നതല്ല. അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള അവകാശമില്ല. കർമ്മി കടൈമീറൽ ആകാത്, അത് യോജിക്കില്ല. അവര് ഈ വേദവിഹിതമായ ആ മാർഗത്തിനകത്ത് ആ വിധി നിഷേധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കണം. ആ നിയന്ത്രണം ജ്ഞാനിക്ക് ബാധകമല്ല എന്ന് കണ്ടോളൂ, മനസ്സിലാക്കിക്കോളൂ. കാൺ എന്ന് രണ്ട് വാക്ക് പറഞ്ഞില്ലേ, അതിൽ കാൺ എന്നുള്ള വാക്കാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ മലയാള വ്യാഖ്യാനം വായിക്കാം. അത് 30-ാമത്തെ പേജിലെ ആദ്യത്തെ
പാരഗ്രാഫാണ്. മദം പൊട്ടുന്നതിന് മുൻപും എന്ന് തുടങ്ങുന്നത്. മദം പൊട്ടുന്നതിന് മുൻപും ആനയുടെ നടത്തം അലങ്കാരം തന്നെ. കാണാൻ ആകെ കൂടി ഒരു ആനച്ചന്തം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ. ഓരോന്നും എടുത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഭംഗിയില്ല ആനയ്ക്ക്. തുമ്പിക്ക് എന്തായാലും വൃത്തിയായിട്ട് ഇങ്ങനെ നീട്ടി കാണാൻ ഒരു അഴവില്ലാത്തതാണ്. ചെവിയോ മുറം പോലത്തെ ചെവി, കാലോ തൂണുകൾ പോലത്തെ, വാലെങ്കിലും നല്ലതുപോലെ ഉണ്ടോ അതും വൃത്തികെട്ട വാല്, ശരീരമോ ഭീമാകാരമായ ശരീരം, നിറമെങ്കിലും ഉണ്ടോ കറുത്ത നിറം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആനയെ കാണാൻ ഒരു ചന്തമുണ്ട്. അതാണ് ആകെ കൂടി ഒരു ആനച്ചന്തം എന്ന് നമ്മൾ പറയുന്നത്. മദം പൊട്ടുന്നതിന് മുൻപും ആനയുടെ നടത്തം അലങ്കാരം തന്നെ. മദം പൊട്ടി സഞ്ചരിക്കുമ്പോഴും അതിന്റെ നടത്തം അലങ്കാരമായി തന്നെ ഭവിച്ച് ആളുകളെ കൂട്ടം കൂട്ടമായി ആകർഷിക്കുന്നു. അത് മനുഷ്യരെ ആക്രമിക്കാത്തിടത്തോളം അതിന്റെ പോക്ക് കാണാൻ ഒരു ഭംഗിയാണ്. അവനവനെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അതത്ര രസകരമായ ഏർപ്പാടാവില്ല. നേരെ മറിച്ച് മുൻപേ തന്നെ ഏറുകൊണ്ട് കുഴയുന്ന നായ പേ പിടിച്ച ശേഷം ഓടിയാലും കൂടുതൽ ഏറിനല്ലാതെ ആ ഓട്ടം ആളുകൾക്ക് ആകർഷകമാകുന്നില്ല. അല്ലാതെ തന്നെ പട്ടിയെ കണ്ടാൽ നമ്മൾ കല്ലെടുത്തെറിയും. പേ പിടിച്ച പട്ടിയാണെങ്കിലോ പ്രത്യേകിച്ച് പറയുകയും വേണ്ട, എറിയുടെ പൂരം തന്നെ. ഈ രണ്ടിനും ഒരുപോലെയല്ലേ പേ പിടിച്ചത്, ആനയ്ക്കും പട്ടിക്കും? പക്ഷെ വ്യത്യാസമുണ്ട്. നമ്മുടെ പ്രവൃത്തി തന്നെ അതിനുള്ള തെളിവാണ്. രണ്ടിനോടുള്ള സമീപനം വ്യത്യസ്തമാണ്. ആയതുപോലെ നിയമനിഷ്ഠ കടന്ന് ജ്ഞാനി ഉന്മത്തനായി ലോകത്തിൽ ഉലാവുമ്പോഴും എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുമ്പോഴും അവരെ ജനങ്ങൾ ആദരവോടെ ഗണിക്കുന്നു. എന്നാൽ ആ ഉന്മത്ത നില അവരുടെ ജ്ഞാനത്തിന് മാറ്റുകൂട്ടുന്നതല്ലാതെ അവർക്ക് ഒരു തരത്തിലും താഴ്ചയ്ക്ക് കാരണമാകുന്നില്ല. അവരുടെ മഹത്വം വർദ്ധിക്കുന്നതേ ഉള്ളൂ. മിക്കവാറും അല്ല, എത്രയോ ജ്ഞാനികൾ ദിഗംബരന്മാരാണ്. ശരീരത്തിൽ നൂൽബന്ധം പോലും ഇല്ലാതെ നടക്കുന്നവരാണ്. പക്ഷെ അവരെയും ഈ സമൂഹം ആദരിച്ചിട്ടാണുള്ളത്. നാഗസന്യാസിമാർ ആ കുംഭമേളയ്ക്കൊക്കെ എത്ര ആൾക്കാരാണ്. ആരും വസ്ത്രം ധരിക്കാറില്ല. അതിൽ അപൂർവം ചില സ്ത്രീകളും ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപൂർവം, വളരെ വളരെ അപൂർവം. മിക്കവാറും പുരുഷന്മാരാണ്. ഇവരല്ലാത്ത സമയത്ത് എവിടെയാണ് ചെന്ന് താമസിക്കുന്നത്? ഇതെല്ലാം കൂടെ കുംഭമേളയാകുമ്പോൾ എവിടുന്നാണ് ഇവരെല്ലാവരും കൂടെ അവിടെ ഒത്തുകൂടുന്നത്? ഒന്നും അറിയില്ല. അവരെക്കുറിച്ച് എന്തോ ഒരു ഡോക്യുമെന്ററി, ഒരു സിനിമ എന്തോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ. എന്നാൽ ആ ഉന്മത്ത നില അവരുടെ ജ്ഞാനത്തിന് മാറ്റുകൂട്ടുന്നതല്ലാതെ അവർക്ക് ഒരു തരത്തിലും താഴ്ചയ്ക്ക് കാരണമാകുന്നില്ല. പക്ഷേ ജ്ഞാനമില്ലാത്ത കർമ്മികൾ ഈ നില അവലംബിക്കുവാൻ പാടുള്ളതല്ല. ജ്ഞാനമില്ലാത്തവർ, അജ്ഞാനികൾ അന്ധമായി ജ്ഞാനികളുടെ പ്രവൃത്തികളെ അനുകരിക്കരുത്. ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. അദ്ദേഹം ചെയ്തു, ഞാനും ചെയ്യും. അദ്ദേഹം ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാം. അദ്ദേഹം ചെയ്യുന്ന എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതാണ് ചോദ്യം. അദ്ദേഹം ചെയ്യുന്ന ചിലത് മാത്രം ഞാൻ അനുകരിക്കും, എന്നെ കൊണ്ട് പറ്റാത്തത്, അപകടമായത് ഞാൻ ചെയ്യില്ല. അതെന്താ? അത് ചെയ്യുന്നെങ്കിൽ എല്ലാം ചെയ്യണം, അനുകരിക്കുന്നെങ്കിൽ 100% അനുകരണം വേണം. അതല്ല, അദ്ദേഹം മാംസം കഴിച്ചു, അതുകൊണ്ട് ഞാനും മാംസം കഴിക്കും. അദ്ദേഹം അപ്പുറത്ത് നിന്ന് ഒരുപടി മണ്ണ് വാരി തിന്നും, താങ്കൾ തിന്നാൻ തയ്യാറുണ്ടോ? തിന്നുവന്നിരിക്കും. അല്ല, അതെങ്ങനെയാ മണ്ണ് തിന്നുക? അപ്പൊ മാംസം ഭക്ഷിക്കാം, അത് എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു നിമിത്തമാക്കി അതിനൊരു സാധുത നൽകിക്കൊണ്ട് നിങ്ങളത് അനുകരിച്ചു. മണ്ണ് ആരും തിന്നില്ല, തിന്നു കഴിഞ്ഞാൽ വയറ്റിന് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അത് ശരിയല്ല എന്നാണ്. ജ്ഞാനികളുടെ കർമ്മങ്ങളെ അന്ധമായി അനുകരിക്കരുത്. പക്ഷേ ജ്ഞാനമില്ലാത്ത കർമ്മികൾ ഈ നില അവലംബിക്കുവാൻ പാടുള്ളതല്ല. ജ്ഞാനലാഭം ഉണ്ടാകും വരെയും കർമ്മികൾ നിയമനിഷ്ഠ തെറ്റാതെ ഇരിക്കുവാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. പലർക്കും ഒരു വിചാരം, ജ്ഞാനികളായി എന്നൊരു വിചാരമുണ്ട്. നമ്മൾ ഏതാണ്ട് ജ്ഞാനമൊക്കെ ആയിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഈ നിയമവും നിഷ്ഠയും ഒന്നും ബാധകമല്ല എന്നൊരു വിചാരമുണ്ട്. വലിയ അബദ്ധമാണ്. ഇത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെയാണ്. നമ്മുടെ ഉള്ളിൽ ജീവബോധം, ഞാൻ എന്നുള്ള ഭാവം ഉള്ളിടത്തോളം കാലം ഈ വേദവിധികളും സമൂഹത്തിലെ മര്യാദകളും നിയന്ത്രണങ്ങളും ഒക്കെ നമുക്ക് ബാധകമാണ്. ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടേ ജീവിക്കാൻ പാടുള്ളൂ. അതിനെ അതിക്രമിക്കരുത്. നമ്മുടെ ഉള്ളിൽ ആ ജീവബോധം പൂർണ്ണമായി നഷ്ടമായാൽ ഈ വിധികളൊന്നും നമുക്ക് ബാധകമല്ല. അഹങ്കാരത്തിനാണ് ഈ വേലിക്കെട്ട്. ബ്രഹ്മത്തിന് വേലിയില്ല. ജീവൻ എന്ന് പറയുന്നത് അതിലെ ഒരു ചെറു ഭ്രമരൂപത്തിൽ പൊന്തിയ ഒരു പ്രകടനമാണ്. അതൊരു വൃക്ഷത്തൈ പോലെയാണ്. ഇപ്പൊ വെച്ച് പിടിപ്പിച്ചല്ലോ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. വൃക്ഷത്തൈകൾ ഒരുപാട് വെച്ച് പിടിപ്പിച്ചല്ലേ. അതിൽ എത്ര എണ്ണം കന്നുകാലി തിന്നിട്ട് പോയി എന്നുള്ളത് കണ്ടറിയാം. ഒക്കെ തൈ വെച്ച് പിടിപ്പിക്കുന്നതിൽ ഒരു കുറവില്ല. പക്ഷേ അതിനെ വേലികെട്ടി സംരക്ഷിച്ച് അതിനെ ഒരു പൂർണ്ണ വൃക്ഷമായി വളർത്തിയെടുക്കാൻ
ഈ പറയുന്ന ആൾക്കാർ, പരിസ്ഥിതി പ്രവർത്തകർ എത്ര ശുഷ്കാന്തി കാണിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ജ്ഞാനികളുടെ പ്രവൃത്തികളെ അന്ധമായി നാം പിന്തുടരരുത്. 61-ാമത്തെ പദ്യം വായിക്കാം. അതിപക്വത്താർക്ക് അനുഗ്രഹം ചെയ്യും പുതുമയ്ക്ക് ശാസ്തിരങ്ങൾ പോതാത് ഇത് വെന്നാ പേരെ അനന്തം പ്രകാരം വന്താനം വേറെ അനന്തവിധം. അതിപക്വത്താർക്ക്, വളരെയധികം പക്വത വന്നവർക്ക് എന്ന് പറഞ്ഞാൽ പരിപൂർണ ജ്ഞാനികൾക്ക്, ആത്മസാക്ഷാത്കാരം നേടിയവർക്ക്, അതിപക്വത്താർക്ക് അനുഗ്രഹം ചെയ്യും പുതുമൈ. അവിടെ പുതുമൈ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, അദ്ഭുതം എന്നാണ് അർത്ഥം. പക്വതയുള്ള ജ്ഞാനികളെ അനുഗ്രഹിക്കാൻ വേദങ്ങൾക്ക് പോലും കഴിവില്ല. മറ്റുള്ളവരെയൊക്കെ വേദമാതാവ് അനുഗ്രഹിച്ചു എന്ന് വരാം, പക്ഷെ ജ്ഞാനികളെ അനുഗ്രഹിക്കാൻ വേദത്തിന് അധികാരമില്ല, അർഹതയില്ല. എന്തുകൊണ്ടെന്നോ, ഈശ്വരന്റെ നേരിട്ടുള്ള കൃപയ്ക്ക് പാത്രമായവരാണ്. ഭഗവാന്റെ അനുഗ്രഹം സമ്പൂർണമായി നമ്മിൽ വർഷിക്കുമ്പോഴാണ് ഈ സത്യം ഉള്ളിൽ തെളിയുന്നത്. അതിന് താഴെയുള്ള ഘട്ടങ്ങളിലൊക്കെ വേദമാതാവിന്റെ അനുഗ്രഹം നമുക്ക് നേടാം, പക്ഷെ ജ്ഞാനിയെ അനുഗ്രഹിക്കാൻ വേദങ്ങൾ മതിയാവുകയില്ല എന്നാണ്. ശാസ്ത്രങ്ങൾ പോതാത്, അവ മതിയാവില്ല. അതിപക്വത്താർക്ക് അനുഗ്രഹം ചെയ്യും പുതുമയ്ക്ക് ശാസ്ത്രങ്ങൾ പോതാത് ഇത് വെന്നാ പേരെ. ഇതെന്തൊരു ഭാഗ്യം, മഹാഭാഗ്യം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പുണ്യവിശേഷം. അത് ഫലിക്കുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. എത്ര പേരെ നമുക്ക് കാണാം ജ്ഞാനികളായിട്ട് ഈ ലോകത്തിൽ? മൊത്തം ജനസംഖ്യയുടെ എത്ര ശതമാനമുണ്ട്? അര, കാല്, അതൊക്കെ കൂടുതല. 0.00000 കുറെ പൂജ്യം ഇട്ടിട്ട് 1%. ഇത് വെന്നാ പേരെ. ഇതെന്തു മഹാഭാഗ്യം, എന്തൊരു ഈശ്വര അനുഗ്രഹം. അതാണ് ജ്ഞാനരൂപത്തിൽ ഉള്ളിൽ പ്രകാശിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്, അവർണ്ണനീയമാണ്. വേദങ്ങൾ ജ്ഞാനിയെ അനുഗ്രഹിക്കാൻ, ജ്ഞാനിയെ ആശീർവദിക്കാൻ വേദങ്ങൾക്ക് കഴിവില്ല എന്ന്. വേദങ്ങളുടെ ചർച്ചാ വിഷയമായ ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു ജ്ഞാനിയെ. ആ അനുഗ്രഹമാണ് ജ്ഞാനമായിട്ട് ഉള്ളിൽ പ്രകാശിക്കുന്നത്. ഇനിയിപ്പോ ഈ വേദങ്ങൾ എന്തനുഗ്രഹിക്കാനാണ് അങ്ങനെയുള്ള ജ്ഞാനിയെ? അതാണ് ഇത് വെന്നാ പേരെ. പേര് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പേര് എന്നുള്ള അർത്ഥമല്ല, ഭാഗ്യം, മഹാഭാഗ്യം, അനുഗ്രഹം. അനന്തം പ്രകാരം ആ ജ്ഞാനം പലതരത്തിൽ തികച്ചും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉള്ളിൽ പ്രകാശിച്ചു എന്ന് വരാം. ആർക്ക് ആരിലൂടെയാണ് ജ്ഞാനം കിട്ടുക എന്ന് പ്രവചിക്കാൻ സാധ്യമല്ല. ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, സത്സംഗത്തിലൊന്നും വന്ന് ഇരിക്കത്തില്ല, എവിടെയോ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സ്പീക്കറിൽ കൂടെ എന്തോ കേട്ടു, അത് ഉള്ളിൽ സ്ഥാനം പിടിച്ചു, അത് ഉള്ളിലിരുന്ന് പ്രവർത്തിച്ചു. അത് ചിലപ്പോൾ ജ്ഞാനത്തിൽ കൊണ്ടുചെന്നെത്തിക്കാം. സാധ്യമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വിശേഷിച്ച് ഒരു സാധനയും ചെയ്തിട്ടുണ്ടാവില്ല. അതൊക്കെ പുണ്യവിശേഷം. സാധാരണ മാർഗമാണ് നമ്മൾ ഒരു ആചാര്യൻ്റെ അടുത്ത് ചെന്ന് ഈ തത്വം ശ്രവിച്ച് അദ്ദേഹം കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ മുമ്പോട്ട് പോയി ഈ സത്യം സാക്ഷാത്കരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അനന്തം പ്രകാരം പലതരത്തിലാണ് ഈ ഈശ്വരാനുഗ്രഹം ഒരു വ്യക്തിയിൽ വർഷിക്കുന്നത്. എല്ലാവരും ഒരേ രീതിയിലല്ല ജ്ഞാനം നേടിയിട്ടുള്ളത്. ചിലർക്ക് മാണിക്യവാചകർ തന്നെ, മാണിക്യവാചക സ്വാമികൾ എന്ന് പറഞ്ഞ് തിരുവണ്ണാമലയിൽ അധർമ്മിയല്ല, ദുരാചാരിയായിരുന്നു. പരസ്ത്രീ ബന്ധമുള്ള ആളായിരുന്നു ഈ മാണിക്യവാചക സ്വാമി. സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും, എന്നിട്ട് വേശ്യകളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ തികച്ചും അസന്മാർഗിയായി ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം ഈ മാണിക്യവാചക സ്വാമികൾക്കൊരു ചേച്ചിയുണ്ട്, സഹോദരിയുണ്ട്. അപ്പോൾ ഭാര്യ എടുത്തിട്ട് കാശ് കൊടുത്തില്ലെങ്കിൽ അടിക്കും. അവരും ഇയാളോ കുടുംബമൊന്നും നോക്കുന്നില്ല, ദാരിദ്ര്യത്തിലാണ് കുടുംബം കഴിയുന്നത്. പക്ഷേ പൈസ വേണം, പൈസ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടുന്ന് കൊടുക്കും. അവരെ ഇട്ട് വേദനിപ്പിക്കും, ദേഹോപദ്രവം ഏൽപ്പിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു ദിവസം ചേച്ചിയുടെ അടുത്തൊന്ന് ചോദിച്ചു പൈസ. എന്തിനാണെന്ന് ചോദിച്ചു. അത് ഇന്ന ആവശ്യത്തിനാണ്. അവർ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇല്ല, എനിക്ക് പൈസ തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും, എൻ്റെ സ്വഭാവം മാറും. ഒരുപാട് നിർബന്ധിച്ച് അവർ പറഞ്ഞു കാശില്ല എൻ്റെ കയ്യിൽ. അവസാനം ഗതികെട്ട് ആ സ്ത്രീ ചോദിച്ചു ഞാൻ വന്നാൽ മതിയോ. അതൊരു ഇടുത്തി പോലെ മാണിക്യവാചക, അന്ന് സ്വാമിയല്ല മാണിക്യവാചകൻ എന്നായിരുന്നു, ഇടുത്തി പോലെ തലയിൽ വീണു. എന്താ, സ്വന്തം സഹോദരി ഞാൻ കൂടെ വന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ
ഏത് സഹോദരനാണ് അത് കൊള്ളാതിരിക്കുക? എന്ത് ചെയ്തു? ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് ചാടി. പക്ഷേ താഴെ സുബ്രഹ്മണ്യസ്വാമി അദ്ദേഹത്തെ കൈകളിലേന്തി. അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല. അങ്ങനെ ഒരു പരിവർത്തനമുണ്ടായി, മഹാജ്ഞാനിയായി മാറി എന്നൊക്കെയാണ് കഥ. എന്തിനിത് പറയുന്നു? ആർക്ക് എപ്പോഴാണ് ജ്ഞാനം ഉദിക്കുക ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചില പട്ടണത്താരുടെ കഥയുണ്ടല്ലോ, ആ കഥയൊക്കെ നമുക്ക് ഏകദേശം അറിയാവുന്നതാണ്. ഇത് പലരും കേട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ തമിഴ്നാട്ടിലും അല്ലാതെയും കല്യാണത്തിന്റെ തലേ ദിവസം ഇറങ്ങി ഓടിയ ആൾക്കാരുണ്ട്. കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ ഉപേക്ഷിച്ച ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. കാരണം അദ്ദേഹം കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്നില്ല. വീട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ചു ഒരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിപ്പിച്ചു വെച്ചു. അദ്ദേഹത്തിന്റെ പാടും നോക്കിപ്പോയി. ഈ പ്രവൃത്തിയെ നമ്മൾ വിശകലനം ചെയ്താൽ ഭാര്യയെ അനാഥയാക്കിയിട്ട് കടന്നു കളയുന്നത് ധർമ്മമോ അധർമ്മമോ? ഇതാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ, ജ്ഞാനികളുടെ പ്രവൃത്തിയെ വിമർശിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു ഉദാഹരണം ഇതാണ്. എല്ലാവരും കൂടെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു വെച്ചു. അദ്ദേഹത്തിന് അത് താല്പര്യമില്ല, അദ്ദേഹം സ്ഥലം വിട്ടു. ഇതുപോലെ തന്നെ അതൊക്കെ പറഞ്ഞ രാഷ്ട്രീയമായി പോകും, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അത്. ഇതുപോലെ ഇനി ശിവരാമകൃഷ്ണൻ മാനസസഞ്ചാരിയെ എല്ലാം എഴുതിക്കാര് സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ. ഈ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളും കല്യാണമൊക്കെ നിശ്ചയിച്ചു. കല്യാണം താലികെട്ടിന് മുമ്പ് ഇറങ്ങി ഓടിയതാണ് വീട്ടിൽ നിന്ന്. ഒക്കെ ഇത് ഏത് മുഹൂർത്തത്തിന് സമയത്തിന് തൊട്ട് മുമ്പ് ആശ തലം വിട്ട് കളഞ്ഞു. ഇതൊക്കെ ഒക്കെ ഈശ്വരേച്ഛ, ഈശ്വരന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മളൊന്ന് വിചാരിക്കും, ദൈവം വേറൊന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് സാധാരണ പറയാനുള്ളത്. മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. പക്ഷെ അങ്ങനെയല്ല പറയേണ്ടത്. മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഹാസ് ഓൾറെഡി ഡിസ്പോസ്ഡ്. മനുഷ്യൻ ഓരോന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ദൈവം നേരത്തെ തീരുമാനിച്ച് നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ്. ഓൾറെഡി ഡിസ്പോസ്ഡ് എന്നാണ്. നമ്മൾ പ്രപ്പോസ് ചെയ്തതിന് ശേഷമല്ല അദ്ദേഹം ഡിസ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെ ഡിസ്പോസ് ചെയ്ത കാര്യങ്ങളെയാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. ഒന്നും നമ്മുടെ കൈകളിലില്ല എന്ന് വെച്ച് അലസന്മാരായിരിക്കണമെന്നോ അതൊന്നും അല്ല അർത്ഥം. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ ഹസ്തങ്ങളിൽ നമ്മളൊരു കരുവായി പ്രവർത്തിക്കുക, ഒരു ഉപകരണമായി പ്രവർത്തിക്കുക. എന്തിനാ? സുഖമായി ജീവിക്കാൻ. ആ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. മനസ്സിന് സ്വസ്ഥത, ശാന്തി കിട്ടണമെങ്കിൽ ഈ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഭാവം ഉള്ളിൽ ഉദിക്കാതെ ഇരിക്കണം. അപ്പോൾ ഈശ്വരന്റെ അനുഗ്രഹം പല പ്രകാരത്തിലാണ്. അനന്തം പ്രകാരം, അനന്തമാണ്, എണ്ണിയാൽ തീരുന്നതല്ല. വന്ദാനം വേറെ അനന്തവിധം. ഇങ്ങനെ ഒരു മഹാജ്ഞാനിയുടെ അടുത്ത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അദ്ദേഹം എപ്പോഴാണ് ജ്ഞാനി ആവുക എന്നുള്ള കാര്യം. പൊടുന്നനവേ അപ്രതീക്ഷിതമായി ആകാശത്തിൽ നിന്ന് ഫലം വീണതുപോലെ, പഴം വീണതുപോലെ ഒരു മഹാത്മാവ് ജ്ഞാനിയായി എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന സാധാരണക്കാരുണ്ടല്ലോ, അവരും പലതരക്കാരാണ്. ഓരോരുത്തർക്കും ഓരോരോ ഉപദേശമായിരിക്കും അദ്ദേഹം കൊടുക്കുന്നത്. എന്തുകൊണ്ട്? എല്ലാവർക്കും ഒന്ന് തന്നെ ഉപദേശിച്ചില്ല. ഓരോ ജീവനും ഓരോരോ പക്വതയില്ലേ. ഈ ഇംഗ്ലീഷ് മെഡിസിനാണ്, രോഗത്തിനാണ് അവർ മരുന്ന് കൊടുക്കുന്നത്. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ പനിയായിട്ട് വന്നോ അവർക്കെല്ലാം ഒരേ മരുന്ന്. രോഗത്തിനെ അല്ല ചികിത്സിക്കേണ്ടത്, രോഗിയെയാണ് ചികിത്സിക്കേണ്ടത്. രോഗികളുടെ സ്വഭാവം, അവരുടെ ശരീരപ്രകൃതം, അവരുടെ ദഹനശക്തി, ഇതൊക്കെ വ്യത്യസ്തങ്ങളാണല്ലോ. അപ്പോൾ ഒരേ ലക്ഷണങ്ങളുള്ള രണ്ട് രോഗിക്ക് രണ്ട് മരുന്നായിരിക്കും ഒരു നല്ല ചികിത്സകൻ നിർദ്ദേശിക്കുന്നത്. രോഗങ്ങളെ, സിംറ്റംസ്, ലക്ഷണങ്ങളെയാണ് ആധുനിക വൈദ്യശാസ്ത്രം ചികിത്സിക്കുന്നത്, രോഗിയെയല്ല. പക്ഷേ മറ്റ് സിസ്റ്റംസ്, ഹോമിയോ, ആയുർവേദം, അതൊക്കെ രോഗികളെയാണ് ചികിത്സിക്കുന്നത്. രോഗിയുടെ സ്വഭാവം, അയാളുടെ ജീവിത രീതി, അതിൽ എന്തോ ഒരു കുഴപ്പം ഉള്ളത് കൊണ്ടാണ് ഈ രോഗം വന്നത്. ആ കുഴപ്പം മാറ്റിക്കൊടുത്താൽ ഈ ലക്ഷണങ്ങൾ, ശരീരത്തിലുള്ള പനി തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പൊ രോഗിയാണ് ചികിത്സിക്കേണ്ടത്, രോഗത്തെയല്ല. അപ്പൊ ഈ ജ്ഞാനിയുടെ അടുത്ത് ജ്ഞാനം നേടാൻ വേണ്ടി വരുന്ന ആൾക്കാരും പലതരക്കാരാണ്. അവരിലും വലിയ വ്യത്യസ്തതകളുണ്ട്. പല റേഞ്ചിലുമുള്ള ആൾക്കാർ ഒരു ജ്ഞാനിയുടെ അടുത്ത് വരാം. അതിൻ്റെ വ്യാഖ്യാനം 31-ാമത്തെ പേജിൽ പദ്യത്തിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് 61-ന്റെ വ്യാഖ്യാനമാണ്. അതിതീവ്ര പക്വന് ജ്ഞാനോദയം ഉണ്ടാകുന്നതിന് ബഹുവായ ശാസ്ത്രപഠനം ആവശ്യമാകുന്നില്ല.
അതിപക്വത്താർക്ക് എന്ന് പറഞ്ഞല്ലോ. അതായത് നല്ല പാകത വന്നവൻ, വാസനകളൊക്കെ ഏതാണ്ട് ഉള്ളിൽ ഉപശമിച്ചവൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ശാസ്ത്ര പഠനം പോലും ആവശ്യമില്ല എന്ന്. ഉപനിഷത്തുകൾ, വേദാന്തം പഠിക്കേണ്ട കാര്യം പോലും ഇല്ല. ഗുരുനാഥന്റെ ഒരു നോക്കുകൊണ്ട് തന്നെ ആ പുണ്യശാലി ജ്ഞാനം ലഭിച്ച മുക്തനാകുന്നു. ഇതെന്ന് ചൂണ്ടുവാൻ ഇടമില്ലാതെ വസ്തുവിനെ നേരെ ദർശിക്കുവാൻ യോഗ്യമായ തരത്തിൽ ഗുരുവിന്റെ ദൃഷ്ടി പതിക്കുമ്പോഴാണല്ലോ ശിഷ്യനിൽ ഈ പരിവർത്തനം ഉണ്ടാകുന്നത്. ചിലർ ഗുരുസന്നിധിയിൽ ചെന്നിരുന്നു, ഗുരുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ദീക്ഷ എന്നൊക്കെയാണ് പറയുന്നത്. സ്പർശദീക്ഷ, നയനദീക്ഷ, മാനസദീക്ഷ. അതായത് ഗുരു സങ്കല്പിക്കുന്നു ഈ സാധകന്റെ ഉള്ളിൽ ആ സത്യം പ്രകാശിക്കട്ടെ. ഈ ഗുരുവിന്റെ ഉള്ളിലുള്ള ഈശ്വരനാണ് അത് സങ്കല്പിക്കുന്നത്. അദ്ദേഹത്തിന് പക്ഷപാതം ഉള്ളത് കൊണ്ടല്ല അത് ചെയ്യുന്നത്. അദ്ദേഹത്തിലൂടെ ഈശ്വരൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു. അദ്ദേഹം സ്പർശിച്ച് അനുഗ്രഹിക്കുകയോ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. ചിലർ കാലുകൊണ്ട് തലയിൽ ചവിട്ടും. പാദസ്പർശവുമുണ്ട്, ഹസ്തസ്പർശവുമുണ്ട്. നയനദീക്ഷ, കണ്ണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് അയാളുടെ ഉള്ളിൽ വലിയ പരിവർത്തനത്തിന് ഇടയാക്കും. ഇനി ശിഷ്യൻ ഒരു സ്ഥലത്തായിരിക്കും, മൈലുകൾക്കപ്പുറത്തായിരിക്കും ഗുരു. മാനസികമായിട്ടും ദീക്ഷ കൊടുക്കും. അതൊക്കെ ആ സാധകന്റെ യോഗ്യതയുണ്ട്. അതൊക്കെ നിയതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഇതിങ്ങനെയൊക്കെ സംഭവിക്കൂ. എല്ലാവർക്കും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? അപ്പോൾ ഈ ഗുരു പക്ഷപാതം ഉള്ളവനാണ്, ചിലർക്ക് മാത്രം ചിലത് കൊടുക്കുന്നു, ബാക്കിയുള്ളവർക്ക് അത് കിട്ടുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തുന്നു. അങ്ങനെയൊന്നും നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഈ ഗുരു വെറും ഒരു നിമിത്തമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് കുറ്റം പറയണമെങ്കിൽ ഈശ്വരനെ പറഞ്ഞു. ഈശ്വരൻ ആരെങ്കിലും കുറ്റം പറയുമോ? വിവരമുള്ള ആരെങ്കിലും പറയുമോ? സർവജ്ഞനല്ലേ, അദ്ദേഹത്തിന് അബദ്ധം പറ്റുമോ? അവനവന് കിട്ടാനുള്ളത് കിട്ടും. അത് എവിടെ നിന്നാലും കിട്ടും. ഇത് നല്ലതുപോലെ മനസ്സിലായിട്ടില്ല. ജ്ഞാനമായാലും ശരി, ലൗകികമായ മറ്റെന്തെങ്കിലും ആയാലും ശരി, നമുക്കതിനുള്ള യോഗ്യത, അർഹത, പക്വത അല്ലെങ്കിൽ പ്രാരബ്ധം എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, വിധി, ഭാഗ്യം, എന്ത് പേര് പറഞ്ഞാലും നമുക്ക് കിട്ടേണ്ടത് കൃത്യമായി നമ്മുടെ അടുത്തെത്തും. അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഇത്തരത്തിലും അനേകം പേർ ഉണ്ടായേക്കാം. താഴ്ന്ന പക്വത്തിലും അനേകം മുമുക്ഷുക്കൾ ഉണ്ടായിരിക്കുമല്ലോ. അവർക്ക് ശാസ്ത്രങ്ങൾ ആവശ്യമായി ഭവിക്കുന്നു. ഇങ്ങനെ അവർ അഭ്യാസം ചെയ്ത് പക്വമാകുമ്പോൾ അവർക്കും ഗുരു അനുഗ്രഹത്താൽ ജ്ഞാനോദയം ഉണ്ടാകുന്നതാണ്. എങ്ങനെയായാലും ശിവത്തിൽ തന്നെ ദൃഷ്ടി വയ്ക്കുന്ന തീവ്ര മുമുക്ഷുക്കളായവർക്ക് ശാസ്ത്ര പഠനം കൊണ്ടോ അതില്ലാതെ തന്നെയോ ഗുരു കടാക്ഷം മൂലം ജ്ഞാനോദയം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. ജീവബോധ നാശത്തിലല്ലാതെ വസ്തുതന്ത്രമായ ജ്ഞാനം ലഭിക്കുന്നില്ല. എങ്ങനെയായാലും ഈ ജ്ഞാനം കിട്ടണമെങ്കിൽ ഉള്ളിലുള്ള അഹങ്കാരം അടങ്ങണം. അതടങ്ങാതെ ഏത് ഗുരു എത്ര ശ്രമിച്ചാലും ഒരാളെ ജ്ഞാനിയാക്കാൻ സാധ്യമല്ല. അഹങ്കാരം ഉള്ളിൽ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ടാവണം. ജീവബോധനാശത്തിലല്ലാതെ വസ്തുതന്ത്രമായ ജ്ഞാനം ലഭിക്കുന്നില്ല. ജ്ഞാനം വസ്തുതന്ത്രമാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്തിൽ അധിഷ്ഠിതമാണ്. അത് ഗുരുവിലോ ശിഷ്യനിലോ അധിഷ്ഠിതമല്ല. പാകത, പക്വത, യോഗ്യത, അർഹത, അധികാരം ഇതുണ്ടെങ്കിൽ ജ്ഞാനം കിട്ടും. ആ സത്യം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. ജീവബോധം ഗുരുകടാക്ഷത്താൽ മാറുകയും ചെയ്യുന്നു. മനസ്സിനെ ആ പാകപ്പെടുത്തി സത്വഗുണം കൊണ്ട് സമ്പുഷ്ടമാക്കി ആ അഹങ്കാരം ഏതാണ്ട് തേഞ്ഞു മാഞ്ഞ് ഒരു ചെറിയ നിഴല് പോലെ ഇരിക്കുമ്പോൾ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പെടുമ്പോൾ ഒരു കടാക്ഷം കൊണ്ട് ആ അഹങ്കാരത്തിൻ്റെ ലേശവും നഷ്ടമാകും. അപ്പോൾ പൂർണ്ണമായ സത്യം തെളിയുകയും ചെയ്യും എന്നാണ്. ആദ്യത്തെ അധ്യായത്തിലെ അവസാനത്തെ പദ്യമാണ് നമുക്ക് വായിക്കാനുള്ളത്. ഒഴിവിലൊടുക്കത്തിൽ 10 അധികാരങ്ങളാണുള്ളത്. അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ, സർഗം, രാമായണത്തിലെ കാണ്ഡം, മഹാഭാരതത്തിലെ പർവം എന്നൊക്കെയാണ് പറയുന്നത്. സർഗം, അധ്യായം, ഇതില് അതിന് പറയുന്നത് അധികാരം. 10 അധികാരങ്ങളാണ് ഈ ഒഴിവിലൊടുക്കത്തിലുള്ളത്. അതിൽ ഒന്നാമത്തെ അധികാരമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരെന്താ? വേദാഗമത്ത് പൊതുവിൽ ഉപദേശം എന്നാണ് ഈ അധികാരത്തിൻ്റെ പേര്. വേദങ്ങളും ആഗമങ്ങളും പൊതുവായി പറയുന്ന കാര്യങ്ങൾ അത് ഉപദേശിച്ച് തരികയാണ് ഈ ആദ്യത്തെ അധ്യായത്തിൽ ചെയ്തിരിക്കുന്നത്. 62ാമത്തെ ശ്ലോകം ഇതാണ്: അറിയാമൈ നീങ്കി അറിവ് ആയി അറിവേ അറിയാമലായി ഇരണ്ട് മറ്റ് പിറിയാതാർ തന്നിഴപ്പിൽ ജ്ഞാനസമാധിക്ക് സാധകരാം അന്നിലയ്ക്കേ ജീവൻ മുക്തരാം. അറിയാമൈ നീങ്കി. അറിയാമൈ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത അവസ്ഥ, അജ്ഞാനം.
ആത്മാവിനെ അറിയാതിരിക്കുന്ന സ്ഥിതി, അതാണ് അറിയാമൈ. അജ്ഞാനം, അറിയാമൈ നീങ്ങി, അജ്ഞാനം നീങ്ങി, അജ്ഞാനം നശിച്ച് അറിവ് അറിവായി മാറുന്നു. ഒരാൾ ആത്മസാക്ഷാത്കാരം നേടുമ്പോൾ ആത്മാവ് എന്താണെന്ന് നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നയാള് അത് മാത്രമേ ഞാനിപ്പോ വ്യക്തമായി അറിയുന്നുള്ളൂ എന്ന് പറയും. നേരത്തെ തികച്ചും അജ്ഞാതമായിരുന്ന ഒന്ന് ഇപ്പൊ സുവ്യക്തമായി ഉള്ളിൽ പ്രകാശിക്കുന്നു. അതാണ് അറിയാമൈ നീങ്ങി അറിവ് അറിവായിട്ട്, ജ്ഞാനമായിട്ട്, അറിവേ അറിയാമലായി. ഒരു ജ്ഞാനി താൻ ജ്ഞാനിയാണ് എന്ന് പോലെ അറിയാതെയാണ് ചിലപ്പോൾ ജ്ഞാനിയായിട്ട് കഴിയുക. കാരണം അത് തന്നിൽ നിന്ന് അന്യമായ ഒരു അറിവല്ല, തന്നെക്കുറിച്ചുള്ള അറിവാണ്. അവർക്ക് സംശയമുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം, പക്ഷെ താൻ ജ്ഞാനിയാണ് എന്നുള്ള ഒരു അഭിമാനം പോലും അവരുടെ ഉള്ളിലില്ല. അറിയാമൈ നീങ്ങി അറിവേ അറിയാമലായി എന്ന് പറഞ്ഞാൽ ആദ്യം അജ്ഞാനം ഉണ്ടായിരുന്നു. എനിക്ക് ആത്മാവിനെ അറിയില്ല, ഈശ്വര തത്വം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ അജ്ഞാനം നീങ്ങി ജ്ഞാനം പ്രകാശിക്കുമ്പോൾ ഈശ്വര തത്വം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അത് അടുത്ത സ്റ്റേജാണ്. അപ്പോഴും ഒരു നേരിയ ഞാൻ എന്നുള്ള ഭാവമുണ്ട്. അറിഞ്ഞ ഒരു ഞാൻ വളരെ സൂക്ഷ്മമായിട്ടാണെങ്കിലും ഒരു നിഴല് പോലെയെങ്കിലും അതുണ്ട്. അതിൻ്റെയും അടുത്ത ഘട്ടമാണ് അതും കൂടെ ഇല്ലാതാവുക. മറ്റുള്ളവർ ജ്ഞാനി എന്ന് പറയുന്നു. ഞാൻ എന്താ വിശേഷിച്ചെന്താ അറിഞ്ഞത്? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി. ഇതിലെന്താ ഇത്ര അത്ഭുതം? അവനവനെ അറിയുകയാണല്ലോ ആത്മജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഈശ്വരജ്ഞാനം. അപ്പോ സർവജ്ഞനായി തീർന്നിട്ടും ഈ അറിഞ്ഞ ഭാവമില്ല ഉള്ളില്. അതാണ് ഇവിടെ അറിവേ അറിയാമലായി. ഈ അറിവും മാഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ അജ്ഞാനിയായി മാറുന്നു എന്നല്ല അർത്ഥം. ഈ അറിഞ്ഞു എന്നുള്ള ഭാവവും പൂർണ്ണമായി ആ അഹന്തയുടെ നിഴല് പോലുമില്ലാതെ ശുദ്ധമായ ആത്മവസ്തുവായി അയാൾ സ്ഥിതി ചെയ്യുന്നു. ഈ രണ്ടും അറ്റ് ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെയും അജ്ഞാനത്തെയും കടന്ന്, അജ്ഞാനത്തെ കടന്നാണ് ജ്ഞാനത്തിലെത്തുക. ആ ജ്ഞാനത്തെയും കടന്നാൽ ശുദ്ധ ബ്രഹ്മമായി. ജ്ഞാനാജ്ഞാനങ്ങളെ കടന്ന് അങ്ങനെ ഇരിക്കുന്നവർ പിരിയാതാർ, അവർ പിരിയാത്തവരാണ്. ആത്മാവിൽ നിന്നും ഒരിക്കലും അകലാത്തവരാണ്. അവർ എപ്പോഴും ആത്മാവിൽ തന്നെ പ്രതിഷ്ഠിതരായിരിക്കുന്നു. ആത്മാവിനെ വിട്ട് അവർ അരക്ഷണം പോലും കഴിയുന്നില്ല. ഞാൻ എന്നുള്ളത് വെറും മിഥ്യയാണ്, ശുദ്ധമായ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിൽ ആകെപ്പാടെ ഉള്ളത് എന്നുള്ള അറിവിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് മോഹമില്ല, ഭയമില്ല, ദുഃഖമില്ല, ആശങ്കയില്ല. പിരിയാതാർ, ആത്മാവിൽ നിന്നും പിരിയാത്തവരായി തന്നിഴപ്പിൽ, ഈ വാക്യത്തിന് മുമ്പ് വന്നിട്ടുണ്ട്, തന്നിഴപ്പ്, അഹങ്കാര നാശം. ഇഴക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക, താൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാവം അഹങ്കാരം. തന്നിഴപ്പൈ എന്നെ കറ്റ് സാധിപ്പത്, ഇതിനു മുമ്പ് നമ്മൾ വായിച്ചതാണ്. ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഏത് പഠിത്തമാണ് നമ്മെ സഹായിക്കുക? എന്ത് പഠിച്ചാൽ ഞാൻ എന്നുള്ള ഭാവം ഇല്ലാതെയാവും? തന്നിഴപ്പൈ എന്നെ കറ്റ്, എന്തഭ്യസിച്ച് എന്ത് പഠിച്ചാണ് സാധിക്കേണ്ടത്? അതൊരു വിദ്യയോ ടെക്നിക്കോ ആണ്. അത് ബ്രഹ്മനിഷ്ഠനായ ഒരു ആചാര്യനിൽ നിന്ന് തന്നെ ഗ്രഹിക്കണം. ഞാൻ അത് വായിച്ചു, ഇത് വായിച്ചു, വേദാന്ത ശാസ്ത്രം വായിച്ചു, അഹങ്കാര നാശം അതൊക്കെ വായിച്ചു. ഇതൊക്കെ വായിച്ചോണ്ട് പിന്നെയും അഭിമാനിക്കുന്ന ഒരാളുടെ ഉള്ളിലുണ്ടല്ലോ എനിക്ക് ഇന്നതൊക്കെ അറിയാമെന്ന്. അയാളെ എങ്ങനെ കളയുന്നാണ്? ആ അഹങ്കാരത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യും? അതാണ് തന്നിഴപ്പിൽ ജ്ഞാനസമാധിക്ക് സാധകരാം. ആ ഞാനെന്നുള്ള ഭാവം പോലും ഉള്ളിൽ അസ്തമിക്കുമ്പോഴാണ് ജ്ഞാനസമാധി. അത് കണ്ണടച്ച് മനസ്സിനെ ഏതോ ഒരു ഉന്നതമായ തലത്തിൽ കൊണ്ട് ചെന്ന് എത്തിച്ച് പ്രപഞ്ചത്തെ അറിയാതിരിക്കുന്ന ഒരു സ്ഥിതിയല്ല. അത് കണ്ണ് തുറന്നുകൊണ്ട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുകയെ തന്നെ എല്ലാം ഈശ്വരമയം എന്ന് അനുഭവിക്കുന്ന ഒരു തലമാണ്. അതാണ് ജ്ഞാനസമാധി, അതാണ് സഹജ സമാധി. സാധാരണ സമാധിയിലേക്ക് പ്രവേശിക്കുകയും അതിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയും ചെയ്യും. മനസ്സ് ഉന്നതമായ ഒരു തലത്തിലേക്ക് പോകുന്നതാണ് സമാധി. അപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നല്ലേ പറ്റൂ. മോളിൽ പോയത് താഴെ വരും, താഴെ പോയത് പിന്നെയും ശ്രമിച്ചാൽ മോളിൽ പോവുകയും ചെയ്യും, കയറി പോവുകയും ആവാം. ഇവിടെ കയറ്റവും ഇറക്കമൊന്നുമില്ല, ഒരേപോലെയുള്ള സ്ഥിതി. ഒക്കെ ആത്മാവ് എന്നുള്ള അറിവിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്നു. വിഷയങ്ങളെ ഗ്രഹിച്ചാലും ആ ആത്മനിഷ്ഠയ്ക്ക് ഒരു ഭംഗവും വരുന്നില്ല. അതാണ് സഹജ സമാധി. നല്ല പാകത വന്ന ജ്ഞാനികൾ എപ്പോഴും ഈ സഹജ സമാധിയിലായിരിക്കും സ്ഥിതി ചെയ്യുക. ജ്ഞാനസമാധിക്ക് സാധകരാം
അന്നിലേക്ക് ജീവൻ മുക്തരാം. ആ അവസ്ഥയെ തന്നെ, അല്ലെങ്കിൽ ആ ജ്ഞാന സമാധിയിൽ ഒരാൾക്ക് എപ്പോൾ നിൽക്കാൻ കഴിയുന്നുവോ ആ ക്ഷണത്തിൽ തന്നെ അയാൾ ജീവൻ മുക്തനാകുന്നു. ജീവിച്ചിരിക്കവേ തന്നെ മുക്തനാകുന്നു എന്ന് പറഞ്ഞാൽ സകല ദുഃഖങ്ങളിൽ നിന്നും അയാൾ പുറത്തേക്ക് കിടക്കുന്നു. ഒരു ദുഃഖവും അയാളെ ബാധിക്കാതെയാകുന്നു. ഈ സന്ദർഭത്തിൽ രമണ മഹർഷിയുടെ ഉള്ളത് 40 എന്നുള്ള കൃതിയിൽ നിന്നും ഒരു 12ാമത്തെ ശ്ലോകമാണ് ഇതിൻ്റെ വ്യാഖ്യാതാവ്. വിദേശിയാണെന്ന് പറഞ്ഞല്ലോ, റോബർട്ട് ബട്ട്ലർ. അദ്ദേഹം സമയോചിതമായി ഇതേ ആശയം വരുന്ന രമണ മഹർഷിയുടെ ഏതെങ്കിലും പദ്യം ഉണ്ടെങ്കിൽ അതൊരു ഫുട് നോട്ടായിട്ട് താഴെ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ രമണ മഹർഷി എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അറിവ് അറിയാമയും അറ്റത് അറിവ് ആമേ, അറിയും അത് ഉണ്മൈ അറിവ് ആഹാത്. അറിവ് അറിയാമയും അറ്റത് അറിവ് ആമേ. യഥാർത്ഥത്തിൽ അറിവ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവും അറിവില്ലായ്മയും ഇല്ലാതാകുമ്പോഴാണ് യഥാർത്ഥ അറിവുണ്ടാകുന്നത്. ഇതെന്ത് സാധനമാണ്? അറിവും അറിവില്ലായ്മയെയും ഈ രണ്ടിനെയും അതിക്രമിക്കുമ്പോഴാണ് ശരിയായ അറിവുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? അറിയാനും അറിയാതിരിക്കാനും, ഞാൻ ജ്ഞാനി എന്ന് പറയാനും അല്ലെങ്കിൽ അജ്ഞാനി എന്ന് പറയാനും ഒരു ജീവബോധം നമ്മുടെ ഉള്ളിൽ വേണ്ടേ? ഈ ജീവബോധം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയാണ് ശരിയായ അറിവ്. അവിടെ അറിയുന്നവനെന്നോ അറിയാതിരിക്കുന്നവനെന്നോ ഉള്ള ഒന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അയാൾ അജ്ഞാനിയാണെന്നർത്ഥം. ഒന്നുകിൽ ഞാൻ ജ്ഞാനിയാണെന്ന് അഭിമാനിച്ചാലോ അല്ലെങ്കിൽ അജ്ഞാനിയാണ്, എനിക്ക് ആത്മതത്വത്തെ അറിയില്ല എന്ന് പറഞ്ഞാലോ രണ്ടും അജ്ഞാനത്തിന്റെ പ്രകടനങ്ങളാണ്. ജ്ഞാനത്തിന് ഈ രണ്ട് പ്രകടനങ്ങളും ഇല്ല. അയാള് അറിയുന്നു, താൻ ആത്മാവിനെ അറിയുന്നു എന്നും വിചാരിക്കുന്നില്ല, അറിയുന്നില്ല എന്നും വിചാരിക്കുന്നില്ല. അങ്ങനെയുള്ളവനാണ് ശരിക്കും ആത്മാവിനെ അറിയുന്നത്. അറിവ് അറിയാമയും, അറിവും അജ്ഞാനവും, ജ്ഞാനവും അജ്ഞാനവും അറ്റത്, അത് രണ്ടും ഇല്ലാത്തതാണ് അറിവ് ആമേ. അതാണ് ശരിക്കുള്ള അറിവ്. അറിയും അത് ഉണ്മൈ അറിവ് ആകാത്. എന്തിനെങ്കിലും അറിഞ്ഞു സാക്ഷാത്കരിച്ചു എന്നൊരറിവാണ് നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നതെങ്കിൽ അത് ശരിയായ അറിവല്ല, അത് യഥാർത്ഥ ജ്ഞാനമല്ല. ചുരുക്കം എന്തായി? ആത്മജ്ഞാനത്തിൽ വിശേഷിച്ചൊന്നും അറിയപ്പെടുന്നില്ല. അതിനെയാണ് ഇവർ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒരറിവുമില്ല. എന്നാൽ അറിവില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താണ്? ഇവിടെ ഒന്നേ ഉള്ളൂ എന്നുള്ളത്. ആ ഒന്നിൽ ജ്ഞാനമില്ല, ജഗത്തുമില്ല. ആ ഒന്നിൽ ജ്ഞാനമില്ല, ജഗത്തുമില്ല എന്നറിയാനും ഒരു ഞാനില്ല. ഈ അറിവിനും ഒരു വ്യക്തിയോട് ചേർന്നല്ലേ ഈ അറിവ് പ്രകാശിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു വ്യക്തിത്വമേ ഇല്ല. അതുകൊണ്ടാണ് ജ്ഞാനത്തെയും അജ്ഞാനത്തെയും താണ്ടിക്കടന്ന അറിവ്. അതാണ് ശരിക്കുള്ള അറിവ്. പക്ഷേ അത് അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറത്താണ്. അനുഭവിച്ച് മനസ്സിലാക്കിക്കോളൂ. ഈ വാക്കുകളുടെ അർത്ഥത്തിൽ കടിച്ചു തൂങ്ങരുത്. ഇത് കേട്ടത് കൊണ്ടോ മനസ്സിലാക്കിയതോ കൊണ്ടോ ആത്മജ്ഞാനം നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അത് സാക്ഷാത്കരിക്കപ്പെടേണ്ട ഒന്നാണ്. അതിൻ്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നിർത്താം. പിന്നെ ഒരു പദ്യം ബാക്കിയുണ്ട്, അടുത്ത ദിവസം വായിക്കാം. അജ്ഞാനം സകല കേവല രൂപത്തിൽ ജീവനെ വലയ്ക്കുന്നു. അജ്ഞാനം എന്തായാലും ജീവന് ബന്ധമാണ് ഉണ്ടാക്കി തീർക്കുന്നത്. അരുൾ മൂലം സകല കേവലങ്ങളെ മാറ്റിയാൽ, സകല കേവലം എന്നുള്ളത് തന്നെയാണ് സകല കേവലം. അംശത്തോട് കൂടിയതും അംശമില്ലാത്തതും. കേവലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, സകലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. പ്രപഞ്ചത്തിനാണല്ലോ ഗുണങ്ങളും ദോഷങ്ങളും ഭാഗങ്ങളും ഏറ്റക്കുറച്ചിലുകൾ ഒക്കെ ഉള്ളത് ഈ പ്രപഞ്ചത്തിലാണല്ലോ. അപ്പോൾ ഇത് രണ്ടും പോണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം. അരുൾ മൂലം സകല കേവലങ്ങളെ മാറ്റിയാൽ അരുൾ അറിവായിത്തീരുന്നു. ആ ഈശ്വര അനുഗ്രഹം തന്നെ അറിവായി മാറുന്നു. വീണ്ടും ഈ അരുളറിവ് മങ്ങി ഇരുളറിവായിത്തീരുന്നു. അരുളറിവ് പോയിട്ട് ഇരുളറിവ് എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിലേക്ക് പോകുന്നു എന്നല്ല. ഇങ്ങനെ ഒരു അറിവ് അതുപോലും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അജ്ഞാനം ഇല്ലാതെയായി ഇപ്പോൾ ആത്മാവ് എന്താണ് എന്നുള്ളത് മനസ്സിലായി. അതാണ് അറിവ്. അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴും ഒരു ഞാനെന്നുള്ള നേരിയ ഭാവമുണ്ട്. അതും അപ്രത്യക്ഷമാകും. ആ അഹങ്കാരത്തിന്റെ പൂർണ്ണ വിലയത്തെയാണ് ഇരുളറിവ് എന്ന് പറയുന്നത്. വിശേഷിച്ചൊന്നുമില്ല അവിടെ അറിയാൻ. കൂരിരുട്ടിൽ കണ്ണ് തുറന്നു പിടിച്ചിരിക്കുന്ന പോലെയാണ്. കൂരിരുട്ടിൽ കണ്ണ് തുറന്നു പിടിച്ചിരിക്കുന്നു.
എന്ത് കാണും? കണ്ണടച്ചാലും തുറന്നാലും ഒരു വ്യത്യാസമില്ല. ഇതാണല്ലോ കൂരിരുട്ടിൽ ഇരുളറിവായി തീരുന്നു. ഈ അരുളറിവും ഇരുളറിവും ദർശിക്കുന്നത് തൻ്റെ ശുദ്ധ അറിവാണ്. അതാണ് ശരിക്കുള്ള ആത്മസ്ഥിതി. ജ്ഞാനത്തെയും അജ്ഞാനത്തെയും പ്രകാശിപ്പിക്കുന്നത് ഈ കേവല ജ്ഞാനമായ ബ്രഹ്മജ്ഞാനമാണ്. അപ്പൊ അത് ഇത് രണ്ടിനെയും കടന്നു നിൽക്കുന്നു. ആ ശുദ്ധ അറിവിനെ പിരിയാതെ നിൽക്കുന്ന പക്ഷം ആ നില ജ്ഞാനസമാധിക്ക് സാധനമായി തീരും. ഇങ്ങനെ ജ്ഞാനസമാധി നിരന്തരം അഭ്യസിക്കുന്ന പക്ഷം ജീവബോധം പാടെ അടങ്ങുന്നതാണ്. ജീവബോധനാശാനന്തരം ആത്മജ്ഞാനം സ്വയം ജാതമാകുകയും ആവിധം മുക്തിലാഭമുണ്ടായി ജീവൻ മുക്തരാവുകയും ചെയ്യും. ഏതുവിധവും പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളിലേക്ക് പാഞ്ഞു ചെന്ന് പ്രപഞ്ചകാരണമായി തീർന്ന് സുഖദുഃഖങ്ങളായി ചമഞ്ഞ് ജീവനെ ജനന മരണ സംസാരത്തിൽ വലയ്ക്കുന്നത് ജീവബോധമാണെന്നും ഒക്കെ ഈ ഞാനാണ് സർവ പ്രശ്നങ്ങളും ഉണ്ടാകും. ഞാൻ ഈ വ്യക്തിത്വം ഉള്ളിൽ നിന്ന് പോകാതെ സ്വസ്ഥതയോ ശാന്തിയോ ജ്ഞാനമോ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ആകെപ്പാടെ ജ്ഞാനത്തിനുള്ള തടസ്സം ഈ അഹംബോധമാണ്. അതില്ലാതായി തീരുന്നതാണ്. ഇങ്ങനെ വലയ്ക്കുന്നത് ജീവബോധമാണെന്നും ആ ജീവബോധത്തെ മാറ്റുക എന്നതാണ് മുമുക്ഷുവിന്റെ പ്രധാന കർത്തവ്യമെന്നും ബോധിക്കണം. തന്നിഴപ്പ് എന്ന് ഈ വെൺപായിൽ ഊന്നിപ്പറയുന്നത് ജീവബോധനാശം എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാകുന്നു. ഞാൻ എന്നുള്ള ഭാവം ഉള്ളിൽ പാടെ അസ്തമിക്കണം. ഈ ഞാനിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു അസ്തിത്വവുമില്ല. ബോധത്തിലെ വെറും ഒരു ഭ്രമം, അതിൽ കവിഞ്ഞ് ഈ ഞാനിന് യാതൊരു വാസ്തവികതയുമില്ല. അപ്പോൾ പിന്നെ എൻ്റേത് എന്നുള്ളതിനൊന്നും ഒരർത്ഥവുമില്ല. തുടർന്നുള്ള പദ്യം ഒരു പദ്യമേ ഉള്ളൂ, അത് നമുക്ക് അടുത്ത ബുധനാഴ്ച വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.